താങ്ക് യു. എഫെസ്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഒരുമിച്ചുള്ള ദൈവവചന പഠനത്തിന് ആധാരവാക്യമായി വായിക്കാം. എഫെസ്യർ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ അനുഗ്രഹീതമായ ആലോചനകൾ, പഠനം ഒക്കെ ദൈവം നമുക്ക് നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. ഈ ആത്മീയ സമ്മേളനങ്ങളുടെ 19-ാമത് പകലിൽ നിങ്ങൾക്കൊപ്പമായിരിക്കാൻ അവസരമുണ്ടായതിൽ സർവകൃപാലുവായ പരിശുദ്ധ തൃത്വത്തിന് മുൻപാകെ മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ആദരവോടെ അർപ്പണം ചെയ്യുകയാണ്. കർത്താവിൽ അഭിഷിക്തനും ആദരണീയനും അനുഗ്രഹീതനുമായ കത്തുദാസൻ, ഈ സഭയുടെ എല്ലാമായ ദൈവം കൊടുത്തിട്ടുള്ള വിശേഷ ദർശനത്തിൽ അധിഷ്ഠിതമായി സഭയെയും ജനത്തെയും നയിച്ചു കൊണ്ടുപോകാൻ ദൈവം നിയോഗിച്ചാക്കി വെച്ചിട്ടുള്ള എൻ്റെ ആത്മസ്നേഹിതനായ ബഹുമാന്യ പാസ്റ്ററോടുള്ള കുടുംബത്തോടുള്ള വന്ദനം പ്രത്യേകം അറിയിക്കുന്നു. വന്നു ചേർന്ന എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ എല്ലാവരെയും ഓർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശം വരും ദിനങ്ങളിൽ എഡിറ്റ് ചെയ്ത് പലരും കാണാൻ സാധ്യതയുണ്ടല്ലോ. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രേക്ഷകർക്കും അഡ്വാൻസായിട്ട് വന്ദനവും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നല്ലൊരു വേർഷിപ്പ് ടീം നമുക്ക് സഭയിലുണ്ട്. വാടകയ്ക്കെടുക്കാത്ത ഒരു ടീം. അതോർത്ത ദൈവത്തിന് സ്തോത്രം. 21 ദിവസത്തേക്ക് മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ അവസാനത്തെ ദിവസങ്ങളെങ്കിലും ഏതെങ്കിലും ഒരു ടീമിനെ വാടകയ്ക്കെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ തന്നെ അത് ചെയ്യുന്നു. വളരെ മനോഹരമായി ആത്മപ്രചോദനത്തോടെ അവരെല്ലാവരും ലീഡ് ചെയ്യാനും പാടാനും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാനൊക്കെ കരുത്തുള്ളവരാണെന്നുള്ളത് സഭയുടെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആ നിലയിൽ ഒരുങ്ങണം. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ ലഭിക്കപ്പെടണം. അത് ദൈവത്താൽ നമ്മുടെ തലമുറ ആശീർവദിക്കപ്പെടുന്ന ഒരു മഹത്തായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രി യോഗത്തിലും നിങ്ങളോടൊപ്പമായിരിക്കാനും ദൈവദാസൻ്റെ അനുഗ്രഹീത സന്ദേശം കേൾക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അദ്ദേഹവും 6-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യമാണല്ലോ വായിച്ചത്. 6-ന്റെ 10-ാമത് വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് യോഗ പരമ്പരകളുടെ സമാപനം എന്ന പരിഗണന കൊടുത്തുകൊണ്ട് ചില ആത്മീയ പാഠങ്ങൾ, വിചാരങ്ങൾ നിങ്ങളിലേക്ക് നൽകാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? ആമേൻ. മുഖവര എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാം. ദൈവദാസൻ പറഞ്ഞു വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. വചനം പഠിക്കണം. പഠിക്കുക, പ്രാപിക്കുക, പ്രഘോഷിക്കുക. 3 പദങ്ങൾ മറക്കരുത്, കുറിച്ചെടുക്കുക. വചനം പഠിക്കണം. ഒന്നാമത്തെ നടപടിയാണ്. വചനത്തോടുള്ള നമ്മുടെ ഒന്നാമത്തെ നടപടിയാണ് വചനം എന്തോ ചെയ്യണം? പഠിക്കണം. പഠിക്കുന്ന വചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ നാം പ്രാപിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് അതിനെ പ്രാപിക്കണം. പ്രാപിക്കുന്ന വചനമാണ് പ്രായോഗിക തലത്തിൽ കൈവരുന്നത്. വചനം പഠിക്കുക, പ്രാപിക്കുക. മൂന്നാമത് എന്താ പറഞ്ഞേ? പ്രഘോഷിക്കുക. പ്രഘോഷിക്കണമെന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം. അതാണ്. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ബദ്ധശ്രദ്ധരാകണം. ഉപവാസം എഴുന്നേൽക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ കർമ്മനിരതരാകണം, കാര്യക്ഷമതയുള്ളവരാകണം. കുഞ്ഞുങ്ങൾ അതിന് സമാനമുള്ള 3 വേറെ പദങ്ങൾ ഞാൻ തരാം. അതും കൂടെ ഓർത്തിരിക്കണം. ഈ പ്രഘോഷിക്കുക എന്നൊക്കെയുള്ള ചിലപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമില്ല. 3 കാര്യങ്ങൾ ഇനിയും പറയാം. അതാകുമ്പം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 അറിയുക, 2 ആയിത്തീരുക, 3 അറിയിക്കുക. ഈ 3 കാര്യമായിരിക്കണം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അനന്തരഫലമായി നാളെയുടെ നീളകളിൽ സംഭവിക്കേണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞ? 1 അറിയുക, ടു നോ ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമ്മൾ മുമ്പേ പഠിക്കുക എന്ന് പറയുന്നത്. അറിയുക, ടു നോ ദ വേർഡ് ഓഫ് ഗോഡ്. അറിയണം. രണ്ടാമത്തേത് അറിഞ്ഞതുപോലെ എന്തോ ചെയ്യണം? ആയിത്തീരണം. ടു ബിക്കം അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനപ്രകാരം ആയിത്തീരണം. സ്വഭാവത്തിൻ്റെ മൂല്യങ്ങളെല്ലാം വചനാധിഷ്ഠിതമാകണം. ആവശ്യമില്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളൊന്നും വരരുത് ജീവിതത്തിൽ. നമ്മളെ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക്, തിന്മയിലേക്ക് മലക്കം മറിക്കാൻ ശ്രമിക്കുന്ന പോരുകളും സ്വാധീനതകളുമുണ്ട്. അതിനോട് ചെറുത്ത് നിൽക്കാൻ കഴിയണം.
നിങ്ങൾ അറിഞ്ഞ്, നിങ്ങൾ പഠിച്ച്, നിങ്ങൾ പ്രാപിച്ച വചനത്തിന് വിരുദ്ധമായ നടപടികളുടെ ശക്തമായ സമ്മർദ്ദം നമ്മിലേക്ക് വരുമ്പോൾ തൻ്റെ ഇടത്തോടെ പറയണം നോ. ഏത് പദം പറയണം? എല്ലാത്തിനും യെസ് പറയരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കരുത്തുള്ള പദമാണ് നോ എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്കറിയാമോ, ഇംഗ്ലീഷ് ഭാഷയിൽ 10 ലക്ഷം വൊക്കാബുലറീസ് ഉണ്ട്. 10 ലക്ഷം വെക്കാബുലറീസ് ഉള്ള ഇംഗ്ലീഷ് ഭാഷയിലെ ഈ വാക്കുകളിൽ ഏറ്റവും കരുത്തുള്ള വാക്ക് ഒരാത്മീകൻ പറയുന്നതാകണം നോ. എൻ്റെ പ്രാണനാഥനും ഗുരുവും എൻ്റെ ആശയും ആവേശവും എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമായ എൻ്റെ കർത്താവിനെ പോലെ ആകുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്ന എന്തിനോടും ഞാൻ പറയേണ്ടത് നോ. ദൈവത്തിൻ്റെ ആലയമെന്ന് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ എന്തുവാണ്? ആലയമാണ്. ഈ ആലയത്തിൻ്റെ പവിത്രത, പരിപാവനത, അനന്യത ഒക്കെ നീതിയും ഒക്കെ നഷ്ടപ്പെടുത്തുവാൻ എന്നെ സ്വാധീനിക്കുന്ന എന്തിനോടും, അതെത്ര ലാഭമുള്ളതായാലും, അതെത്ര സുഖമുള്ളതായാലും, അതെത്ര സൗന്ദര്യമുള്ളതായാലും ഞാൻ പറയേണ്ട പദം നോ. എനിക്കത് പറ്റില്ല. ആ ഗെറ്റ് ടുഗദർ എനിക്ക് വേണ്ട, ആ സഹിത്വം എനിക്ക് വേണ്ട, ആ സുഹൃത്ബന്ധം എനിക്ക് വേണ്ട, ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് ഈ 21 ദിവസവും ദൈവം ഇവിടെ പകർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രാപിച്ചോൾ. ഉപവാസം കഴിഞ്ഞും പിന്നെയും പഴയതുപോലെ ആകരുത്. ഒരു പുതിയ മനുഷ്യനായി മാറണം. അപ്പോൾ 1 അറിയുക, 2 ആയിത്തീരുക, 3 അറിയിക്കുക. ടു മേക്ക് നോൺ എന്നതാണ്. അറിഞ്ഞതെല്ലാം അറിഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആയിത്തീരണം. ആയിത്തീർന്ന ശേഷം എന്തോ ചെയ്യണം? അറിയിക്കണം മറ്റുള്ളവരെ, കൂട്ടുകാരികളെ ഒക്കെ അറിയിക്കണം. നിങ്ങളുടെ സ്നേഹിതരെ അറിയിക്കണം. ദേ ഇങ്ങനൊരു യേശു ഉണ്ട്. ആ യേശുവാണ് ജീവിത സംസ്കാരത്തിൻ്റെ മൂല്യം, തനിമ. യേശുവാണ് എൻ്റെ റോൾ മോഡൽ. യേശുവെ പോലെ ആകാനാണ് ഞാൻ ശ്രമിക്കുക. ടു ബി മോർ ലൈക്ക് ജീസസ്. കുഞ്ഞുങ്ങൾക്ക് എഴുതിയ ആ വാചകം, ഇംഗ്ലീഷ് വാചകം, ടു ബി മോർ ലൈക്ക് ജീസസ്. യേശുവെ പോലെയാകുക. കൂടുതൽ ആരെ പോലെ? എൻ്റെ സഹനം, എൻ്റെ ത്യാഗം, എൻ്റെ സ്നേഹം, എൻ്റെ വിശുദ്ധി, എൻ്റെ വിശ്വസ്തത, എൻ്റെ ഇടപാടുകൾ, എൻ്റെ ദാമ്പത്യം, എൻ്റെ സാമ്പത്തികം എല്ലാം ആരെപ്പോലെ ആകണം? യേശുവെ പോലെ. ക്ഷമ അതിന് മാതൃക യേശുവാണ്. സ്നേഹം അതിൻ്റെ മാതൃക യേശുവാണ്. സഹനം അതിൻ്റെ മാതൃക യേശുവാണ്. ക്ഷമിക്കുക, സഹിക്കുക, വഹിക്കുക, പൊറുക്കുക, താങ്ങുക, കരുതുക, കൂട്ടായിരിക്കുക, ഇതിനൊക്കെ ആരാ മാതൃക? യേശു തന്നെയാണ്. അതാണ് ടു ബി മോർ ലൈക്ക് ജീസസ് എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. ഈ ആശയഗതികളെല്ലാം നമുക്ക് നൽകിത്തരുന്ന ഉജ്ജ്വലങ്ങളായ ലേഖനങ്ങൾ. പുതിയ നിയമത്തിലെ ആകെ ലേഖനങ്ങൾ എത്രയാണ്? പുതിയ നിയമത്തിലെ ആകെ ലേഖനങ്ങൾ എത്ര? 21. നിങ്ങളുടെ പാസ് നിങ്ങൾക്ക് ജാമ്യം തരികയാണ്. നിങ്ങൾ പറയുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ലേഖനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം എല്ലാ ലേഖനങ്ങളും പ്രാധാന്യമാണ്. എങ്കിലും 4 ലേഖനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. എഫെസർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. 4 ലേഖനങ്ങൾ. എഫെസർ, ഫിലിപ്പിയർ. 4 ലേഖനങ്ങളെ തിരിച്ചറിയണം. 4 ലേഖനങ്ങൾ. ഒന്നാമത്തേതാ? എഫെസർ ലേഖനം. രണ്ടാമത്തേത് ഫിലിപ്പിയർ ലേഖനം. മൂന്നാമത്തേത് കൊലോസ്യ ലേഖനം. നാലാമത്തേത് ഫിലേമോന്റെ ലേഖനം. ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസ്റ്റൽസ്. ഈ 4 ലേഖനങ്ങളെയാണ് ക്രിസ്തു പരിജ്ഞാന ലേഖനങ്ങൾ എന്ന് പറയുക. ക്രിസ്തു പരിജ്ഞാന ലേഖനങ്ങൾ. അപ്പോൾ ക്രിസ്തുവെ പോലെ ആകണമെങ്കിൽ, ടു ബി മോർ ലൈക്ക് ജീസസ് എന്നുള്ളതുപോലെ നാം ആകണമെങ്കിൽ ഈ ലേഖനങ്ങൾ 4 അപഗ്രഥിച്ചേ പറ്റൂ. ഈ ലേഖനങ്ങളുടെ അകത്തളങ്ങൾ തേടണം. ഈ ലേഖനങ്ങളെ ധ്യാനിക്കണം, പഠിക്കണം, പ്രാപിക്കണം, അത് പ്രായോഗികമാക്കണം. 4 വാചകങ്ങൾ ഞാൻ പറയാം, കുറിക്കാം. 1, ക്രിസ്തുവിൽ വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുക. ഒന്നാമത്തേത് അതാണ്, ക്രിസ്തുവിൽ വസിക്കുക. അങ്ങനെ ഒരു വാചകം എഴുതിയാൽ അതിൻ്റെ നേരെ എഴുതണം എഫെസർ ലേഖനം. എഫെസർ ലേഖനത്തിൻ്റെ ആന്തരിക പ്രമേയമാണ് ക്രിസ്തുവിൽ വസിക്കുക. ഡൽ ഇൻ ക്രൈസ്റ്റ്. എല്ലാവരും ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിനോട് കൂടെയല്ല, നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്.
ആ വാചകം മനസ്സിലായി? പുറയിലൊക്കെ ഇരിക്കുന്നവർക്ക് സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിനോട് കൂടെയല്ല, ക്രിസ്തുവിൽ. അതാണ് എഫെസ്യ ലേഖനം നമുക്ക് നൽകുന്ന ആന്തരിക പ്രമേയം, ആന്തരിക പാഠം. ഓക്കെ, രണ്ടാമത്തേത് ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ സന്തോഷിക്കുക. ക്രിസ്തുവിൽ സന്തോഷിക്കുക. റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് എന്നതാണ്. റിജോയ്സ് ഇൻ ക്രൈസ്റ്റ്. വേറെ ഒന്നിനും നമുക്ക് സന്തോഷം പൂർണ്ണമല്ല. ഈശയിൽ കാശ് ഇഷ്ടം പോലെയുണ്ട്, വിദ്യാഭ്യാസം ഇഷ്ടം പോലെയുണ്ട്, സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കെട്ടിയ ഭൂമികയുടെ വിസ്തൃതി ഒത്തിരിയുണ്ട്. അതിലൊന്നും നമുക്ക് വലുതായിട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് കൈമോശം വരും. ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ അതൊന്നും കൊണ്ടാരും പോകത്തില്ല. കീശയിൽ കൊണ്ടുപോകും? നോ, കൊണ്ടുപോകില്ല. ഒന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവസാനം വരെ നിത്യതയിലും സന്തോഷിക്കാൻ ഒരേ ഒരു സംഗതിയേ ഉള്ളൂ. ആരാണത്? നമ്മുടെ പ്രാണനാഥൻ. അതാണ് ഫിലിപ്പിയ ലേഖനം പറയുന്ന റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നു. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആന്തരിക പ്രമേയം. അപ്പം രണ്ട് കാര്യമായല്ലോ. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. കിട്ടിയോ? രണ്ട് കാര്യം കിട്ടിയോ? എഫെസ്യ ലേഖനം, പിന്നെ ഫിലിപ്പിയ ലേഖനം. അടുത്തത് മൂന്നാമത്തെ ഒരു വാചകം എഴുതണം. ക്രിസ്തുവിൽ തികയുക എന്നതാണ്. ക്രിസ്തുവിൽ തികയുക. ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ്. ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ തികയുക. എല്ലാ മേഖലയിലും നമ്മൾ തികയണം. ആരിലാണ് തികയേണ്ടത്? ക്രിസ്തുവിൽ. കാരണം തികവിൻ്റെ മാനദണ്ഡമാരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നോക്കി ജീവിക്കുമ്പോൾ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ കഴിയും. വിശുദ്ധിയിലും വിശ്വസ്തതയിലും സ്നേഹത്തിലും ദയയിലും കരുണയിലും എല്ലാം ക്രിസ്തു തികഞ്ഞവനാണ്. ക്രിസ്തുവിൽ സ്നേഹമുണ്ടെന്നല്ല, ക്രിസ്തുവിന് വിശ്വസ്തത ഉണ്ടെന്നല്ല. വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ആളത്വമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തു തികഞ്ഞവനെന്ന് പറയുക. ആ തികവിലേക്ക് നമ്മൾ വരണം. അതിനാ ഉപവാസ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ക്രിസ്തുവിൽ തികയുക. അതേത് ലേഖനമാണ്? കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം. അപ്പോൾ എഴുതിയല്ലോ. ഒന്ന്, ക്രിസ്തുവിൽ വസിക്കുക. ഏത് ലേഖനമാണ്? എഫെസ്യ ലേഖനം. ക്രിസ്തുവിൽ സന്തോഷിക്കുക. ഏത് ലേഖനമാണ്? ഫിലിപ്പിയ ലേഖനം. ക്രിസ്തുവിൽ തികയുക. ഏത് ലേഖനം? കൊലോസ്യ ലേഖനം. ക്രിസ്തുവിൽ വഹിക്കുക. ഫിലേമോന്റെ ലേഖനം. ക്രിസ്തുവിൽ വഹിക്കുക. മറ്റെല്ലാ വ്യക്തികളെയും ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം ക്രിസ്തുവിൽ. ആ ആന്തരിക പ്രമേയമാണ് ഫിലേമോന്റെ ലേഖനം. ജാതി നോക്കി ഒഴിവാക്കരുത്, നിറം നോക്കി ഒഴിവാക്കരുത്, സാമ്പത്തികം നോക്കി ഒഴിവാക്കരുത്. എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉൾക്കൊള്ളാൻ പറ്റണം. എത്ര പേർക്ക് താല്പര്യമുണ്ടത്? എൻ്റെ അല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ അല്ല, ഞങ്ങളുടെ സെൻറ്ററിലെ അല്ല, ഞങ്ങളുടെ സഭയുടെ അല്ല, ഞങ്ങളുടെ ജില്ലയിലെ അല്ല എന്നൊന്നും പറഞ്ഞ് ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ ആളുകളെയും നമുക്ക് ഉൾക്കൊണ്ടേ പറ്റും. ദൈവസഭയുടെ മൂല്യം അതാ. സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിട്ട് നടിച്ചുവരടിച്ചു കളഞ്ഞ് എല്ലാവരെയും ഒന്നാക്കി മാറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എബ്രായനിൽ ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പൗലോസ് തൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റി പറയുന്ന അനുഗ്രഹീതമായ വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 3:4 മുതൽ. ഞാൻ 8-ാം നാൾ പരിച്ഛേദനയേറ്റു, ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ് എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പൗലോസ് തൻ്റെ വംശശുദ്ധിയുടെ മഹത്വം പറയുന്നു. പൗലോസ് പുകഴുന്നുണ്ട് ആ കാര്യത്തിൽ. മനസ്സിലായില്ലേ? പക്ഷേ 8-ാം വാക്യം, 3-ന്റെ 8-ാം വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതെല്ലാം എന്തോ ചെയ്യുന്നു? ഛേദമെന്നെണ്ണുന്നു എന്ന് പറയുന്നു. ക്രിസ്തു പരിജ്ഞാനം അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുത്തന് ജാതിയും മതവും നിറവും ഒന്നും വ്യത്യാസമല്ല. ക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് കഴുകപ്പെട്ട എല്ലാവരും ഒന്നായി മാറും. അതാണ് ദൈവസഭയുടെ ഐക്യമെന്ന് പറയുന്നത്. അതാണ് ദൈവസഭയുടെ മൂല്യം, ദൈവസഭയുടെ സംസ്കാരം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതിനൊരു തെളിവ് ഞാൻ തരാം. ഫിലേമോന്റെ ലേഖനം കുഞ്ഞുങ്ങൾ, അതിൻ്റെ 10-ാം വാക്യം വായിച്ച മോളെ. 10-ാം വാക്യം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച ഒനേസിമോസ് എന്ന് പറയേണ്ടതിന് പകരം പൗലോസ് സ്നേഹത്തോടെ പറയുന്നു, എൻ്റെ മകനാണ്. പൗലോസ് എബ്രായന് ജനിച്ച എബ്രായനാണ്, പക്ഷെ ഒനേസിമോസ് നീഗ്രോയാണ്. അറിയാമോ? ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി പാർത്ത നീഗ്രോയാണ്. ആര്? ഒനേസിമോസ് എന്ന ചെറുപ്പക്കാരൻ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീഗ്രോയെ ഒരു എബ്രായ ജാതിക്കാരൻ പറയുകയാണ്, അവൻ എൻ്റെ മകനാണ്. അതാണ് ക്രിസ്തുവിൽ വഹിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എൻ്റെ 12-ാം വാക്യം വായിച്ച്.
എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. അപ്പോൾ ഒനേസിമോസ് എൻ്റെ ആരാ? എൻ്റെ പെങ്ങളുടെ മോനായതുകൊണ്ടല്ല, എൻ്റെ അനന്തരവനായതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? ക്രിസ്തുവിൻ്റെ ചോര എന്നെ കഴിയതുപോലെ അവനെയും കഴുകി. അതുകൊണ്ട് അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. അതാണ് ഫിലേമോന്റെ ലേഖനത്തിൽ ക്രിസ്തുവിൽ വഹിക്കുക. ഈ മനോഭാവം നമുക്ക് വേണം. ഈ മനോഭാവം ഉണ്ടെങ്കിലേ സഭ ഐക്യമായി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ വിഭാഗികതകൾ ഇതിനകത്ത് പെരുകും, വിഭിന്ന മനോഭാവങ്ങൾ പെരുകും. തമ്മിലൊന്ന് ചിരിച്ചു കാണിക്കാനോ കൈ കൊടുക്കാനോ സ്തോത്രം പറയാനോ പറ്റാതെ കണ്ടുമുട്ടി ചിരിക്കുകയാണോ അതോ വേറെ ഏതാണ്ട് കാണിച്ചാണോ എന്നറിയാൻ വയ്യാത്ത പരുവത്തി പൊക്കളയും. വളരെ ആത്മാർത്ഥമായി വ്യക്തികളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ വഹിക്കുന്നവരാകണം. പാപികളെ പോലും നമ്മൾ വഹിച്ചേ പറ്റൂ, പാപത്തോട് ഏകീഭവിക്കാതെ തന്നെ. കാരണം നമ്മൾ അഭക്തരും ബലഹീനരും പാപികളുമായിരിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പം നമ്മളെ ഉൾക്കൊണ്ടിട്ടല്ലേ അങ്ങനെ മരിച്ചേ. സ്വന്തമായി അവർ കൈക്കൊള്ളാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചത് നമ്മളെ ഉൾക്കൊണ്ടതുകൊണ്ട് ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് കാണിച്ചേ പറ്റുള്ളൂ. ഇല്ലേ നമ്മുടെ ഉപവാസത്തിനൊന്നും കഥയില്ലാതെ വരും. 21 ദിവസം കൊട്ടിപ്പാടി പ്രൈസ് ആൻഡ് വർഷിപ്പ് പ്രസംഗങ്ങൾ എത്ര എണ്ണം കേട്ടു? പകലൊരെണ്ണം, വൈകിട്ടൊരെണ്ണം, ഇതിനിടയ്ക്ക് പിന്നെ പാസ് ചാർജ് ചെയ്യുന്ന സന്ദേശങ്ങൾ, ബൈബിൾ ക്ലാസ് എല്ലാം ഇല്ലേ, ഗംഭീരം. പക്ഷേ അതുകൊണ്ടൊക്കെ ഈ 4 ഗുണങ്ങൾ നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൽ സന്തോഷിക്കണം, ക്രിസ്തുവിൽ തികയണം, ക്രിസ്തുവിൽ വഹിക്കാൻ കഴിയണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ 4 ലേഖനങ്ങളിൽ വെച്ച് എഫെസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 1-ാമത് വാക്യമാണ് നമ്മൾ കണ്ടത്. ദൈവവചനം നന്നായി പഠിക്കണം. നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങൾ ചോദിച്ച ചോദ്യക്കുറിപ്പുകളൊക്കെ ഞാൻ കണ്ടു, ഗംഭീരം. ഇത്രയും ക്രാന്ത ദർശനമുള്ള വിശ്വാസികളെ വഹിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ പാസ്റ്ററോട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇവരുടെ മുമ്പിലൊക്കെ എന്തോ പ്രസംഗിക്കുന്നതിന് അത്രയ്ക്ക് തീക്ഷ്ണമായ ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം അത് പഠിപ്പിക്കുന്നത് കേൾക്കാൻ ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിർവാഹമില്ല, എനിക്ക് ഉച്ചയ്ക്ക് പോയേ പറ്റുള്ളൂ അടിയന്തരമായിട്ട്. ഏതായാലും ആ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ, ശക്തമായ, യുക്തമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ദൈവവചനത്തെ അങ്ങനെ തീക്ഷ്ണമായി നോക്കിക്കാണാൻ കഴിയുന്നവരാകട്ടെ വിശ്വാസികളെല്ലാവരും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് ഒറ്റ വാക്യം കൊണ്ട് 45 കൊല്ലം കൃത്യജീവിതം നയിക്കുന്ന പുള്ളികളൊക്കെ ഉണ്ട്. വേറെ ഒരു വാക്യം അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്ന ഒരു വാക്യം ഏതാ? യഹോവ എൻ്റെ ഇടയനാകുന്നു, അല്ലെങ്കിൽ എന്മനമേ യഹോവയെ വാഴ്ത്ത്. അതും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയല്ല യേശുവിൻ്റെ നാമത്തിൽ. ഇങ്ങനെയുള്ള 1, 2, 3 വാക്യങ്ങൾ കൊണ്ട് ക്രിസ്ത്യജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷേ തീക്ഷ്ണമായി വചനത്തെ എന്തോ ചെയ്യണം? പഠിക്കണം. വചനം പഠിക്കുന്നതിന് ഞാനൊരു ഒരു തത്വം ഞാൻ തരാം. ഡോക്ടർ ലൂക്ക് അനുഗ്രഹീതനായ എഴുത്തുകാരനാണ്. ഡോക്ടർ ലൂക്കിൻ്റെ 2 പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷവും പിന്നെ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തി. ഇതിൻ്റെ അവതരണ മികവ്, ആവിഷ്കാര ഭംഗി മറ്റേത് പുസ്തകത്തേക്കാൾ ഗംഭീരമാണ്. ഡോക്ടർ ലൂക്ക് എഴുതിയിട്ടുള്ള സുവിശേഷ ഗ്രന്ഥവും അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്ര ഗ്രന്ഥവും ക്ലാരിറ്റിയുള്ള പുസ്തകങ്ങളാണ്. ഒന്നിനും അതിനകത്ത് പിഴവ് വരുത്തിയിട്ടില്ല. പറയേണ്ടതെല്ലാം പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ, പലരും പറയേണ്ടതുപോലല്ല പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തെളിവ് ഞാൻ തരാം. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്തുമായിരുന്നു? പനിയായിരുന്നു. പനിയായിരുന്നു എന്ന് വായിക്കുന്ന അത് പറഞ്ഞവരെല്ലാവരും മത്തായി സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചിട്ടുള്ളൂ. ലൂക്കോസ് പറയുന്നത് പനിയായിരുന്നെന്നല്ല, കഠിന ജ്വരമായിരുന്നു. അതിൻ്റെ ക്ലാരിറ്റി കണ്ടോ? കാരണം മത്തായിയും മർക്കോസും യോഹന്നാനും ഒന്നും ഡോക്ടർമാരല്ല. ലൂക്കോസ് ആരാണ്? ഡോക്ടർ ആയതുകൊണ്ട് രോഗിയുടെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹം നിരീക്ഷിച്ച്, പരീക്ഷിച്ച്, ഗവേഷണം ചെയ്ത്, അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. പനിയല്ല അമ്മച്ചിക്ക്, പിന്നെ എന്തുമായിരുന്നു? കമ്പിളിയൊക്കെ പുറച്ച് കിടുങ്ങി പറഞ്ഞ് ഇരിക്കുന്ന കണ്ടപ്പോൾ മത്തായിക്ക് തോന്നി പുള്ളിക്കാരിക്ക് എന്തുമായിരിക്കും. നമ്മുടെ ഒരു നിരീക്ഷണമാണത്. നമ്മൾ തൊട്ട് നോക്കിയില്ല, പോയി കണ്ടില്ല, ആരാണ്ട് പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പോൾ പനി ഉണ്ടല്ലോ വെള്ളനാട്, അപ്പോൾ പിന്നെ അമ്മച്ചിക്ക് എന്തുമായിരിക്കും? പനി ആയിരിക്കുമെന്ന. പക്ഷേ ലൂക്കോസിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ട് നന്നായിട്ട് അറിഞ്ഞ ശേഷം എഴുതുന്നു. എന്ത് വരുന്നു? അതാണ് ലൂക്കോസിൻ്റെ എഴുത്തിൻ്റെ ഭംഗി. പത്രോസ് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതറുത്തു. വായിച്ചിട്ടുണ്ടോ? ഏത് കാതാന്ന് വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല, കാതറുത്തെന്നേ ഉള്ളൂ. കാതറുത്തെന്ന് നമ്മൾ മത്തായിലും മർക്കോസിലും യോഹന്നാനിലും വായിക്കുമ്പോൾ ലൂക്കോസ് മാത്രം എഴുതിയിരിക്കുന്നു വലത് കാതറുത്തു. മൂക്കറുത്തു എന്ന് പറഞ്ഞാൽ ഏത് മൂക്കാന്ന് ചോദിക്കേണ്ടി വരുമോ? ഇല്ല, മൂക്കൊന്നല്ലേ ഉള്ളൂ.
പക്ഷെ കാത് രണ്ടുള്ളിടത്തോളം കാതറുത്തു എന്ന് പറഞ്ഞാൽ അനുവാചകനൊരു ചോദ്യം ചോദിക്കും, ഏത് കാതറുത്തേ? ആ ചോദ്യത്തിൻ്റെ പഴുതും കൂടെ അടച്ചിട്ടാണ് ലൂക്കോസ് എഴുതുന്നത്, ഏത് കാതറുത്തു? വലത് കാതറുത്തു. യേശു പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു, അവൻ്റെ കൈ സൗഖ്യമാക്കി. രണ്ട് കൈ ഉള്ളിടത്തോളം വായിക്കുന്നവർക്ക് ചോദിക്കാം, ഏത് കൈയാണ്? പക്ഷെ ലൂക്കോസ് ആ ചോദ്യത്തിൻ്റെ പഴുതടച്ചിട്ട് പറയുന്നു, വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ലൂക്കോസിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ലൂക്കോസ് വചനം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് തരുന്നൊരു തത്വം ഞാൻ പ്രാരംഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്താം. ലൂക്കോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചേ. ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി ഉള്ള 3 പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. 1 നിശ്ചയം, 2 ക്രമം, 3 സൂക്ഷ്മമായ വീക്ഷണം, പരിശോധന. 3 പദങ്ങൾ കണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ വാക്യം? ലൂക്കോസ് 1:3 വായിച്ചത്. 3-4 വാക്യം. എല്ലാറ്റിനും എന്തോ വേണം? നമുക്ക് നിശ്ചയം വേണം. രണ്ടാമത് എന്തോ വേണം? ക്രമം വേണം. മൂന്നാമത് എന്തോ വേണം? സൂക്ഷ്മമായി പരിശോധിക്കും. ഫ്രം ദ ബിഗിനിങ്, ആദ്യം മുതൽ സൂക്ഷ്മമായി പരിശോധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ, യൂത്ത്സ് ഒക്കെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തിരഞ്ഞെടുപ്പിനും, ഏത് ഉൾക്കൊണ്ടാലും, ഏതിനോട് നിലപാടെടുത്താലും ഈ 3 കാര്യങ്ങൾ വ്യക്തമാണ്. നിശ്ചയം വേണം ആ കാര്യത്തിൽ. നിശ്ചയമില്ലാതെ ഒരു കാര്യത്തിലും ഇറങ്ങി ചാടരുത്. 100% നിശ്ചയം ദൈവഹിതമാണെന്ന് ബോധ്യമായാലേ എന്തോ ചെയ്യാവൂ? ഇറങ്ങി ചാടാവൂ. ആരാണ്ട് വാട്സാപ്പിനകത്തോടെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, കഴിച്ചോ, കുടിച്ചോ, ഉടുത്തോ, വരുന്നോ, കാണണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ഏതാ ഈ പുള്ളിയുടെ ജീവിതം എന്തോ, ഇവൻ്റെ സംസ്കാരം എന്തോന്ന് പോലും അറിയാൻ വയ്യാതെ എന്തോ ചെയ്തു? ഇറങ്ങിച്ചാടി. ആ പാടെ കിടന്ന് കുഴയും. പിന്നെ ചക്ക കുഴയുന്നോലെ കുഴയും. അവിടുന്ന് ഒരു ആലോചന വന്നു, ഇവിടുന്ന് ഒരു ആലോചന വന്നു. വലിയ നിശ്ചയമൊന്നുമില്ല. ആ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ എടുത്ത് ചാടിയതാ. അതിൻ്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ലൂക്കോസ് പറയാ, നിശ്ചയമില്ലാത്ത ഒരു കാര്യത്തിനും കൂടരുത്. ഈ നിശ്ചയം എവിടെ നിന്നാണെന്നറിയാമോ? ദൈവഹിതത്താലാ സംഭവിക്കുക. നിശ്ചയം. അടുത്ത പറയുന്നത് എന്തോ വേണം? ക്രമം വേണം. പഠിക്കുന്നതിന് ക്രമം വേണം. തുടർമാനമായി പഠിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ച് പഠിച്ചു പോവുകയല്ല, ക്രമമായി നിശ്ചയമായിട്ട് പഠിക്കണം. നിശ്ചയമുള്ള നിലവാരത്തിൽ പഠിക്കണം. അടുത്തത് എങ്ങനെ പഠിക്കണം? ക്രമമായി പഠിക്കണം. അടുത്തത് സകലതും എങ്ങനെ? സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അതങ്ങനെ തന്നെയോ? ഈ കേൾക്കുന്ന പോലെ തന്നെയാണോ വാക്യങ്ങൾ? കേൾക്കുന്ന പോലെ തന്നെയാണോ സംഭവം എന്ന് എല്ലാ വിശ്വാസികളും എങ്ങനെ പഠിക്കണം? സൂക്ഷ്മ നിരീക്ഷണം. സൂക്ഷ്മ നിരീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല വാക്യങ്ങളും തെറ്റിച്ച് പണ്ട് മുതലേ പറഞ്ഞു നടക്കുന്നത്. വേദോത്വത്തിലൊന്നും ഇല്ലാത്ത പല വാക്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട്. രാജാവ് ഉള്ളിടത്ത് എന്തോ ഉണ്ട്? കോലാഹലമുണ്ട്. മിണ്ടിപ്പോരുന്നതിന് മേലാൽ. രാജാവ് ഉള്ളിടത്ത് കോലാഹലം കാണിച്ച രാജാവ് പിടിച്ച് തുറങ്കലിലടയ്ക്കും. അങ്ങനെയൊന്നും വാക്യമില്ല പൊന്നെ. ആരാണ്ട് വർഷിപ്പിൽ ലീഡ് ചെയ്തവന്മാർ പറഞ്ഞൊപ്പിച്ച വാക്യം അത്. വേദോത്സവത്തിൽ അങ്ങനെ വാക്യമില്ല. രാജാവുള്ളിടത്ത് കോലാഹലം. രാജാവുള്ളിടത്ത് മിണ്ടരുതാരും. രാജാവ് പറയും, ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കണം. അതിന് നമ്മൾ പെന്തക്കോസ്തുകാരുണ്ടാക്കിയ ഒരു വാക്യമാണ്, രാജാവുള്ളിടത്ത് കോലാഹലമുണ്ട്, അതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട, നമുക്ക് കോലാഹലം കാണിക്കാമെന്ന്. വാക്യമൊന്നുമില്ല അങ്ങനെ വേദോത്സവത്തിൽ. മനസ്സിലായില്ലേ? ദൈവത്തെ ആരാധിക്കുന്നവർ ആ മലയിലുമല്ല, അങ്ങനൊരു മലയില്ല. ആ മലയിലുമല്ല, യെരുശലേമിലുമല്ലെന്ന വാക്യം. ആ യെരുശലേം ഇടിച്ച് കളഞ്ഞിട്ട് നമ്മളവിടെ എന്തോ പണിതു? മല ഉണ്ടാക്കി വെച്ചു. ആര് പണിത മലയാണെന്നറിയില്ല, ഒരു പിടിയില്ല. വേദോത്സവത്തിൽ അങ്ങനെയൊന്നുമില്ല. അതാ സൂക്ഷ്മമായി പരിശോധിക്കണം വചനം. വചനത്തിലില്ലാത്ത ഒരു കാര്യവും പറഞ്ഞു നടക്കരുത്. അതുപോലെയാ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ എന്തോ ചെയ്യരുതെന്ന് ഉപേക്ഷയായി വിചാരിക്കരുതെന്നില്ല. അങ്ങനെ പദമില്ല വാക്യത്തിൽ. ഉപേക്ഷിക്കരുതെന്ന് മാത്രമാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് ഇറ്റ്സ് എ മസ്റ്റ് കമാൻഡ്മെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉപേക്ഷിക്കരുത്, വിചാരിക്കാതെ എന്നൊരു പദമില്ല. മലയാളി എഴുതി ചേർത്താ അത്. ദൈവവചനത്തോട് നമുക്കങ്ങനെ കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. സൂക്ഷ്മമായി പരിശോധിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. സഭയുടെ നേതാക്കന്മാർ, സെൻട്രൽ പാസ്റ്റർമാർ, ഓവർസിയർ, ചെയർമാന്മാർ തെറ്റിക്കുന്ന ഒരു വാക്യം അറിയാവോ? തളികയിൽ അപ്പവും വീഞ്ഞും എടുത്ത് വെച്ചിട്ട് പറയുക, കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യാൻ നമ്മുടെ കർത്താവ് പറഞ്ഞു. അങ്ങനെ കർത്താവ് എവിടാ പറഞ്ഞേക്കുക? കൂടി വരുമ്പോഴൊക്കെ ചെയ്യാൻ. അങ്ങനെ വാക്യം വേദോത്സവത്തിലില്ല. കൂടി വരുമ്പോഴൊക്കെയും അങ്ങനെ വാക്യമില്ല വേദോത്സവത്തിൽ. ആര് പറഞ്ഞു തുടങ്ങിയാന്ന് ഒരു പിടിയില്ല. ആരോ പറഞ്ഞു. വചനം അങ്ങനെ ഉണ്ടോന്ന് സൂക്ഷ്മമായിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. കുടിക്കുമ്പോഴൊക്കെയും ഇത് ചെയ്യുവീൻ എന്ന് പാനപാത്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. കൂടി വരുമ്പോഴൊക്കെയും ചെയ്യാൻ വാക്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകത്തേ ഉള്ളല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിട്ടില്ലേ? ചെയ്യാൻ പറ്റുമോ?
മരണ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ കൂടി വരത്തില്ലേ? ഷോപ്പിംഗ് മാളിൽ നമ്മൾ 10 പേര് കൂടത്തില്ലേ? അവിടേക്ക് കൂടി വരുമ്പോഴേക്കും ചെയ്യാൻ ബാക്കിയില്ല കർത്തൃമേശ. അതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പം സൂക്ഷ്മമായിട്ട് എന്തോ ചെയ്യണം? പരിശോധിക്കണം. പലതും അങ്ങനെ വചനത്തിൽ തെറ്റായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ പറയാൻ നിന്നാൽ അതൊക്കെ ബൈബിൾ ക്ലാസ് സ്പെഷ്യൽ എടുക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം സൂക്ഷ്മമായിട്ട് എന്തോ ചെയ്യണം? വചനത്തെ നോക്കെങ്കിലേ പറ്റുള്ളൂ. സൂക്ഷ്മമായി പഠിക്കണം. അങ്ങനെ വചനം പഠിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഞാൻ 3 കാര്യം പറഞ്ഞത്: അറിവ്, ആയിത്തീരൽ, പിന്നെ അറിയിക്കാനുള്ള പ്രാപ്തി. അല്ലെങ്കിൽ പഠിക്കുക, പ്രാപിക്കുക, പിന്നെ പ്രഘോഷിക്കുക. ഇത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. വേദോസ്തവമായി തെറ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ പറയരുത്. 21 ദിവസത്തെ യോഗ പരമ്പരകൾ കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ഒരു പൂർണ്ണതയും തികവും നമ്മൾ പ്രാപിക്കണം. അത് പ്രധാനമാണ്. ഓക്കെ, 1-2 തത്വങ്ങളോട് ഞാൻ മുഖവരയായിട്ട് പറഞ്ഞിട്ട് വാക്യത്തിലേക്ക് വരാം. ഈ ചിന്തകൾ മറന്നു പോകരുത് ഒരിക്കലും. ഇനി നിങ്ങൾ കുറിച്ചുകൊള്ളണം. 1, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഉപവാസം കഴിയുമ്പോൾ പ്രാർത്ഥന മുടങ്ങിപ്പോകരുത്. 21 ദിവസം പ്രാർത്ഥിക്കായിരുന്നു, ഇനി കുറേ നാൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടതില്ല എന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥന ജീവിതത്തിൻ്റെ പ്രാണവായുവാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് എന്തോ ചെയ്യുന്നു? സംസാരിക്കുന്നു. 2-ാമത്തെ വാചകം എഴുതിക്കോണം: വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു. വചനം വായിക്കുന്നവനോട് ദൈവം എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ, ഇത് മറന്നു പോകരുത്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുക. വചനം വായിക്കുന്നവനോട് ദൈവം എന്തോ ചെയ്യുന്നു? അപ്പോൾ ഇത് 2 കൃത്യമായി നടക്കണം. എന്നും നന്നായി പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ വചനം വായിക്കണം. വചനം വായിക്കുന്നവരോട് ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇത് 2ഉം നന്നായി നടക്കണം. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. 3-ാമത്തെ വാചകം അതാ: ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. അപ്പോൾ കൂടെ ഉപവസിച്ചോണം. 21 ദിവസം ഇവിടെ നടക്കുമ്പോൾ മാത്രം പോരാ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ചിട്ട് അവധിയൊക്കെ ഉള്ള നേരത്തെ കുഞ്ഞുങ്ങൾ ഉപവസിക്കണം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി തെറ്റ് സംഭവിക്കാതിരിക്കാൻ, തെറ്റായ നിയോഗങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ, ഉപവസിച്ചേ പറ്റൂ. ആ ഉപവാസം നിങ്ങൾ ദൈവത്തോട് കൂടെ വസിക്കുക. ഭാര്യയോട് കൂടെ വസിക്കാം, ഭർത്താവിനോട് കൂടെ വസിക്കാം, മാതാപിതാക്കളോട് കൂടെ വസിക്കാം, മക്കളോട് കൂടെ വസിക്കാം. പക്ഷെ അതിലെല്ലാം ഉത്തമമായ ഒരു വാസമാണ് കർത്താവിനോട് കൂടെ വസിക്കുക. ആരും നമ്മളെ പിൻവിളിക്കാത്ത ഒരിടം തേടണം. മമ്മി, ഞാനിന്ന് ഫാസ്റ്റിംഗ് ആണേ, ഞാൻ മുറിയിലുണ്ടാവും, ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് പിൻവിളികളുടെ പഴുതടച്ചിട്ട് പ്രാർത്ഥിക്കാനിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില മണിക്കൂറുകൾ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് ഉണ്ടാൽ മതി, ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. ഒരു നേരം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില പുള്ളികൾ അങ്ങനെ തീരുമാനമൊക്കെ എടുക്കും. അന്നേരമാണ് മമ്മി അടുക്കളയിൽ അയില പൊരിക്കുന്ന മണം ഇങ്ങനെ വരും, ചിക്കൻ പൊരിക്കുന്ന മണം വന്നു കഴിയുമ്പോൾ ഉപവാസമല്ല. അല്ലേ മമ്മി, ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് ഉപവസിക്കാമെന്ന് തീരുമാനം അങ്ങ് മാറ്റുകയാണ്. മനസ്സിലായില്ലേ? ഒരു നേരത്തെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ കഴിക്കുന്നുള്ളൂ, അതിനിടയ്ക്ക് എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞിട്ട് അത്രയും നേരം നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ കരയണം. ഭാവി ദൈവം അനുഗ്രഹമാക്കുക. പപ്പയുടെ കാശുണ്ട്, മമ്മിയുടെ കാശുണ്ടെന്നൊന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്കത് പ്രയോജനപ്രദമാകണമെങ്കിൽ കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ, ഉപവാസത്തിലൂടെ മാത്രമേ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുകയുള്ളൂ. അപ്പോൾ ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. അടുത്തത്, ആരാധിക്കുന്നവൻ ദൈവത്തിന് വിളമ്പുന്നു. ആരാധിക്കുന്നവൻ എന്തോ ചെയ്യുക? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ വിളമ്പണം. ആരാധനയാണത്. ആരാധന ചുമ്മാ സ്വോത്രം മാത്രം പറഞ്ഞ പോരാ. ദൈവം ആരാണെന്ന് ദൈവത്തിൻ്റെ നാമങ്ങളെ പറയുന്നതാണ് ആരാധന. കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം. ദൈവത്തിൻ്റെ നാമങ്ങൾ ഒത്തിരി പഠിക്കണം. വേദോസം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതെല്ലാം കുറിച്ച് വെക്കണം. ദൈവമേ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവജ്ഞാനിയാണ്, അങ്ങ് സർവ്വവ്യാപിയാണ്, അങ്ങ് സർവാധികാരിയാണ്, അങ്ങ് സർവ അധികാരിയാണ്. മാത്രമല്ല നിത്യനാണ്, അത്യുന്നതനാണ്, സൽഗുണ സമ്പൂർണനാണ്, മഹോന്നതനാണ്, മഹത്വ സിംഹാസനസ്ഥന. ഇത് പറയുന്നതാണ് ആരാധന. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങൻ്റെ കോട്ടയാണ്, എൻ്റെ സങ്കേതമായ, എൻ്റെ ശരണമായ, എൻ്റെ ശൈലമായ, എൻ്റെ ഗോപുരമായ, എൻ്റെ അഭയസ്ഥാനമായ, എൻ്റെ ജീവനായ, എൻ്റെ എല്ലാമാണ് കർത്താവേ. ഇത് കർത്താവിനോട് പറയുന്നതാണ് ആരാധന. ഇത് വെറുതെ സ്വോത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്വോത്രത്തിനിടയിൽ സങ്കീർത്തനത്തിൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഗോപുരം, എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ പരിച,
എൻ്റെ പാറയായ ദൈവം, കണ്ടില്ലേ, എൻ്റെ ജീവൻ ആധാരമായ ദൈവം, എന്നെ കാത്ത ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട ദൈവം, അങ്ങനെയൊക്കെ അറിയാവുന്നതെല്ലാം ദൈവത്തോട് എന്തോ ചെയ്യാണ് നമ്മൾ അങ്ങ് പറയുന്നതാണ് ആരാധന. അതാണ് ദൈവത്തിന് നമ്മൾ വിളമ്പുന്നത്. അത് വർദ്ധിച്ച സന്തോഷത്തോടെ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലൊരാൾ ഭക്ഷണത്തിനിരിക്കുകയാണ്. ആ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നമ്മൾ വിളമ്പുന്നത് എങ്ങനെ വിളമ്പുന്നത്? പിടിച്ചു വെച്ചാണോ വിളമ്പുന്നത്? അല്ല, പിന്നെ എങ്ങനെ വിളമ്പുന്നത്? അവർക്ക് കഴിക്കാവുന്ന പോലെ അങ്ങ് കൊടുക്കുകയാണ്. മതിയെന്ന് പറഞ്ഞാൽ പോലും വേണ്ട വേണ്ട, ഒരു കഷ്ണം കൂടെ കഴിച്ചേ പറ്റുള്ളൂ, ഒരു പീസ് കൂടെ കഴിച്ചേ പറ്റൂ. നമുക്കങ്ങ് സന്തോഷം അവർക്ക് വിളമ്പാൻ. എല്ലാവരും കൂടെ വട്ടം നിൽക്കുകയാണ്. ഞങ്ങൾ ഉപദേശിമാരെയൊക്കെ തീറ്റാൻ ഓരോ വീട്ടുകാർ വിടുന്ന പാടെന്നറിയാമോ? അച്ഛനോടടുത്ത്, അമ്മാമ്മേനടുത്ത്, പിള്ളേരോട് കപ്പാസങ്ങളെ കഴിക്കുക. ഓരോരുത്തരും വിളമ്പാൻ അങ്ങ് മത്സരിക്കുകയാണ്. ആകെ ഒരു കുഞ്ഞു വയറും കൊണ്ട് എല്ലാവരുടെയും മത്സരത്തിൽ നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റും. വിദഗ്ധമായിട്ടാണ് ചിലയിടത്തുനിന്നൊക്കെ രക്ഷപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതാ എൻ്റെ സംഭവം. ചില ഇടത്ത് അങ്ങനൊന്നുമില്ല. ചില വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടോ, അമ്മ വിശക്കുന്നു, എടാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ വിശക്കുന്നവന് വിളമ്പാൻ താല്പര്യമില്ല. അത് തമ്മിലുള്ള എന്തോ പൊരുത്തക്കേട് കൊണ്ടായിരിക്കും. മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്നത് സംതൃപ്തിയോടെ വിളമ്പുക, അത് അതിഥിയോടുള്ളതായിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു കടമയും കടപ്പാടുമാണ്. അങ്ങനെയാണെങ്കിൽ ആരാധന എന്ന് പറയുന്നത് ദൈവം ഭക്ഷണത്തിനിരിക്കുന്ന നേരമാണ്. ആ ദൈവത്തിന് വിളമ്പാൻ പറ്റണം. ഓരോരുത്തരിൽ നിന്നും കിട്ടുന്നത് അനുഭവിപ്പാൻ കർത്താവ് കാത്തിരിക്കുമ്പോൾ മിണ്ടാതിരിക്കരുത്, വെറുതെ ഇരിക്കരുത്, നിഷ്ക്രിയരായിരിക്കരുത്. ഓരോരുത്തരുടെയും സ്തോത്രവും സ്തുതിയും ആരാധനയും മഹത്വവും പുകഴ്ചയും ഒക്കെ കൊണ്ട് ദൈവം സംപ്രീതനാകുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ഈ തത്വങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ആത്മീക ജീവിതം ഇനിയുള്ള ദിനങ്ങളിൽ, അടുത്ത ദിനങ്ങൾ മുതൽ യോഗമാശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഒരു പുതിയ തട്ടകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഫെസ്യ ലേഖനത്തിലേക്ക് വരാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള 6 മുന്നറിയിപ്പുകൾ, ഈ ലേഖനം നമ്മോട് പ്രതിപാദിക്കുന്ന 6 പ്രധാന തത്വങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. എഫെസ്യ ലേഖനം 1 മുതൽ 6 വരെയുള്ള അനുഗ്രഹീതമായ 6 അധ്യായങ്ങളിൽ നമ്മളോടുള്ള 6 അനുഗ്രഹിക്കപ്പെട്ട മുന്നറിയിപ്പുകളുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, അപകടമാവും. മുന്നറിയിപ്പുകൾ ഗൗരവമായി കരുതണം. എങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ധന്യമാകുകയുള്ളൂ. എന്തൊക്കെയാണ് മുന്നറിയിപ്പ്? 1-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് 1-ന്റെ 4-ാം വാക്യമാണ്. വിശുദ്ധരും നിഷ്കളങ്കരുമാകുക. നമ്മെ ദൈവം കാലങ്ങൾക്ക് മുന്നമേ തെരഞ്ഞെടുത്തതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ആരാകാൻ വേണ്ടിയാണ്? വിശുദ്ധരും. ഇതാകണം. ഉപവാസം കഴിയുമ്പോൾ എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെട്ടു, എത്രമാത്രം നിഷ്കളങ്കരായി എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകൂടെ വിലയിരുത്താൻ കഴിയണം. ഇനി 2 ദിവസം കൂടെ ബാക്കിയില്ലേ? ആ ദിവസത്തിനകത്ത് അത് പൂരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 1-ന്റെ 4 നമ്മളെല്ലാവരും ആരാകണം? വിശുദ്ധരും നിഷ്കളങ്കരും. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു. നാം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഏത് പ്രായത്തിലും ദൈവം മുൻപാകെ എന്തോ ആകണം? വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. എന്താണ് വിശുദ്ധി? എന്താണ് നിഷ്കളങ്കത? പറയാം, അർത്ഥം പറയാം, കേട്ടോണം, അത് കരുതിക്കൊള്ളണം. വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടതിനെയാണ് എന്തോ പറയുക? എല്ലാറ്റിനും കൂടെയുള്ള മൾട്ടിപർപ്പസ് യൂസിനല്ല, പകരം ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെടുക. അപ്പവും വീഞ്ഞും, ആലയത്തിൽ അപ്പവും വീഞ്ഞും കർത്തൃമേശയ്ക്ക് എടുക്കുന്ന പാത്രം കണ്ടിട്ടുണ്ടോ? അല്ലേ? വീഞ്ഞെടുക്കുന്ന പാത്രം, അതിനകത്താണോ മാസയോധന സാമ്പാർ വിളമ്പുന്നത്? അല്ല. അപ്പം എടുക്കുന്ന പാത്രത്തിനകത്താണോ അപ്പവും സാമ്പാറും വിളമ്പി കൊടുക്കുന്നത്? അല്ലല്ല. അത് അതിനുവേണ്ടി മാത്രം സെപ്പറേറ്റ് ആണ്, അതിനുവേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടതാണ്. എന്നതുപോലെ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിന് വേണ്ടി നമ്മളെ എന്തോ ചെയ്തിരിക്കുന്നു? വേർതിരിക്കുന്നു. വേറെ ഒന്നും ഇതിനകത്ത് കലരാൻ പാടില്ല. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സാക്ഷി, അവയവ വ്യവസ്ഥിതികളിലൊന്നും ദൈവത്തിന് വിരുദ്ധമായ ഒരു നടപടിയും കലരരുത്. അതാണ് വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ. ആ വാചകം നിങ്ങൾ ഓർത്തിരിക്കണം കുഞ്ഞുങ്ങൾ. ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി, ടു ബി സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് ഓൺലി. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത്, അതാണ് വിശുദ്ധർ ആകുക എന്ന് പറയുന്നത്. അവയവ വ്യവസ്ഥിതികളെല്ലാം വിശുദ്ധമാകണം. അരുതരുതാത്തത് കാണാൻ കണ്ണിനെ വിട്ടുകൊടുക്കരുത്, കേൾക്കാൻ കാതിന് വിട്ടുകൊടുക്കരുത്. പിൻവിളിക്കണം, കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കണം. മനസ്സേ മടങ്ങുക,
കാലുകളെ ദുർമാർഗത്തിൽ നിന്ന് വിലക്കണം, കൈകളെ ദുർമാർഗത്തിൽ നിന്ന് വിലക്കണം. ആവശ്യമില്ലാത്തത് എഴുതാനും തൊടാനും പിടിക്കാനും ഒന്നും വിട്ടുകൊടുക്കരുത്. അത്ര കണ്ട് പവിത്രമായി പരിപാവനമായി ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരത്തെ കാത്തുകൊള്ളണം. കാരണം നാം ആർക്ക് വേണ്ടിയുള്ളതാണ്? ദൈവത്തിനും ലോകത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും സാത്താനും കൂട്ടുകാർക്കും എല്ലാം കൂടെ ഉള്ളതല്ല. ഒരൊറ്റ പർപ്പസ്. ആർക്കു വേണ്ടി മാത്രം? അതാണ് ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരം. വിശുദ്ധരാകുക. അടുത്ത നിഷ്കളങ്ക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? യാഗാർപ്പണ യോഗ്യമാകുക. ദൈവത്തിന് മുൻപാകെ അർപ്പിക്കപ്പെടാൻ യോഗ്യമാകുക. എല്ലായ്പ്പോഴും ഏത് സമയത്തും ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടാൻ യോഗ്യമാകുക എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പില്ലാതെ കർത്തൃമേശ കഴിക്കാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യം ഉണ്ടാവും? അതാണ് യാഗാർപ്പണ യോഗ്യം. സഭായോഗത്തിന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അപ്പം വീഞ്ഞൊക്കെ ഒരുക്കി വെള്ളം പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന കണ്ടത്. എൻ്റെ ഭാഷ ഒരു ക്ലൂ തന്നില്ലല്ലോ, ഇന്ന് ഇത് ഉണ്ടെന്ന്. അങ്ങനെ പരിതപിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ചിലക്ക് നേരത്തെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, അടുത്ത ആഴ്ച നമുക്ക് എന്തോ ഉണ്ട്, കർത്തൃമേശയുണ്ട്. അനൗൺസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച്. നിങ്ങൾ അറിഞ്ഞില്ല കർത്തൃമേശ ഉണ്ടെന്ന്, കയറി വന്നപ്പോഴാണ് അറിയുന്നേ. അത് കണ്ടിട്ട് സ്വോത്രം പറയുന്ന എത്ര പേരുണ്ട്? അയ്യോ, ഇന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നു. അങ്ങനെ അതിശയിച്ചു പോകുന്നവരും ഉണ്ടാവും. ഏത് സമയത്തും കർത്തൃമേശ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള നെഞ്ചുറപ്പാണ് നിർമ്മലത. വിശുദ്ധരും നിഷ്കളങ്കത. നിഷ്കളങ്കത നിർമ്മലത എല്ലാം ഒരേ പ്രയോഗമാണ്. അപ്പം നമ്മൾ ആരായിരിക്കണം? ഒന്ന്, വിശുദ്ധരാകണം. രണ്ട്, ആരായിരിക്കണം? നിഷ്കളങ്ക മനസ്സ്, നിഷ്കളങ്ക ഹൃദയം, നിഷ്കളങ്കമായ മനോഭാവം ഉള്ളവരാകണം. ഒരുക്കിയെടുക്കുമായിരുന്നു നമ്മളെ 21 ദിവസമായിട്ട്. അതാണ്. അപ്പം എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് അതാണ്. വിശുദ്ധരാകുക, പിന്നെ വിശുദ്ധരും നിഷ്കളങ്കരുമാകുക. ഒന്നാമത്തത്. 2:21 വായിച്ച 2-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് അതാണ്. 2:21. ആ ആ ആ ആ നാം ദൈവത്തിൻ്റെ നിവാസമാകുക. വിശുദ്ധരും നിഷ്കളങ്കരുമായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിവാസമായി നാം മാറും. എന്താ പറഞ്ഞ നിവാസം? ദൈവത്തിന് വസിക്കാനുള്ള ആലയമായി നാം മാറും. ദൈവം കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടി എന്നിവ കൊണ്ടുള്ള ആലയത്തിലോ ക്ഷേത്രത്തിലോ മോസ്കിലോ അല്ല പാർക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എവിടെ? തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന് അധിവാസം ചെയ്യുവാനുള്ള ആലയമായി നമ്മൾ എന്തോ ചെയ്യണം? മാറണം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ആത്മാവിനാൽ പണിതു വരുന്ന നിവാസം. അപ്പം നമ്മൾ ആരിൽ അടിസ്ഥാനപ്പെടണം? ക്രിസ്തുവിൽ. ആര് നമ്മളെ പണിയണം? ആത്മാവ്. ആർക്കു വേണ്ടി പണിയണം? പിതാവാം ദൈവത്തിന് വസിക്കാൻ. അപ്പം ദൈവം വസിക്കാനുള്ള ആലയമായി മാറുക എന്നുള്ളതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ഉപവാസം കഴിയുമ്പോൾ നമ്മിൽ ആര് വസിക്കണം? ആര് വസിക്കണം? ദൈവ സാന്നിധ്യം വസിക്കണം. വീട്ടിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും കോളേജിലായാലും ഉപരിപഠനത്തിന് വേണ്ടിയുള്ള പോക്കിലോ വരവിലോ ആയാലും. കുഞ്ഞുങ്ങളൊക്കെ കുറേയും കൂടെ കഴിയുമ്പോൾ മാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ ഒക്കെ പോകും. എവിടെങ്കിലുമൊക്കെ ദൈവം നിങ്ങളെ അയക്കും. പക്ഷെ എവിടെ പോയാൽ ഓർത്തോണം, ദൈവം നിങ്ങളിൽ അധിവാസം ചെയ്യണം. ക്രിസ്തു നിങ്ങളിൽ അധിവാസം ചെയ്യും. കൂട്ടുകാരുടെ കൂടെ കൂടുന്ന പറഞ്ഞാൽ അത് മറന്നു പോകരുത്. കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഗെറ്റ് ടുഗദറിലാകുമ്പോൾ അവർ കഴിക്കാനും കുടിക്കാനും ഒക്കെ നിർബന്ധിക്കുമ്പം നമുക്ക് കഴിക്കാവുന്നതോ നമുക്ക് കുടിക്കാവുന്നതോ എന്നുള്ളതിന് എന്തോ ചെയ്യണം? തിരിച്ചറിയണം. നമുക്ക് കുടിക്കാനും കഴിക്കാനും പറ്റാത്തതാണെങ്കിൽ നോ താങ്ക്സ് എന്ന് പറഞ്ഞ് മാറാൻ കഴിയണം. കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ടേസ്റ്റി ഫുഡ് എവിടുത്തെയാണെന്നറിയാമോ? ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്, ഹൈജനിക് ആയിട്ടുള്ള ഫുഡ്, ആരോഗ്യദായകമായ ഫുഡ് ആരുണ്ടാക്കുന്ന? ആരാ? ബംഗാളിയോ? വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. നിങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പപ്പായ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ മൂത്ത ചേച്ചി ഉണ്ടാക്കുന്ന. മമ്മിക്ക് തന്നെ ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കട്ടെ. നിങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്ന ഫുഡ് പോലെ ടേസ്റ്റ് ആയിട്ടുള്ളതും ഹൈജനിക് ആയിട്ടുള്ളതും ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടത്തില്ല നിങ്ങൾക്ക്. കുഴിമന്തി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ആത്മാവിൽ അങ്ങ് ആകുക പിള്ളേർ. മോനെ അതൊന്നും കഴിക്കരുത്. നമുക്ക് വേണ്ടിയുള്ള കുഴി വേഗം മാന്തേണ്ടി വരും. കുഴിമന്തിയുടെ ഗുണം അതാ. ഇത് കഴിച്ച് 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 നമുക്ക് കുഴി മാന്താൻ ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. എന്തായാലും മാന്തിയല്ലേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി ഒരു കുഴി എന്ത് ചെയ്യണം? മാന്തണം. പക്ഷേ ഈ കുഴിമന്തി കൂടെ കൂടെ കഴിച്ചാൽ വേഗം എന്ത് ചെയ്യേണ്ടി വരും? ആ കുഴി മാന്തേണ്ടി വരും. ആവശ്യമില്ലാത്ത രോഗമൊക്കെ പിടിപ്പിച്ച്
ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കാത്ത ബംഗാളിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അറിയാമോ? അവന് കുളി അത്ര വലിയ പത്യമൊന്നുമില്ല, അവൻ ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നിട്ട് അത് കഴിച്ചിട്ട് വന്നിട്ട് മമ്മിയുടെ കറിക്ക് ടേസ്റ്റ് ഇല്ലെന്നും പറഞ്ഞാൽ നീക്കി വെക്കുന്നത്. വില കൊടുക്കേണ്ടി വരും. അൽഫാൻ കിൽഫാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 1 കിലോമീറ്റർ അപ്പുറം ചെല്ലുമ്പോഴേ നമ്മളെ കടയിലോട്ട് ആകർഷിപ്പിക്കുന്ന മണമൊക്കെ അവിടെ ഇങ്ങനെ പരക്കുക. മൊത്തം കെമിക്കലെന്ന് പഠിക്കേ. അതുകൊണ്ട് വീട്ടിലെ ഫുഡ് ഉപേക്ഷിച്ച് നീ രാത്രിയിലും പകലും അതിലിതിലും കറങ്ങരുത്. കൂട്ടുകാരുടെ സ്വാധീനത്തിൽ പെട്ടുപോകരുത്. നമ്മുടെ ശരീരം ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു വിടാനുള്ളതല്ല, ദൈവത്തിൻ്റെ നിവാസമാണിത്. ദൈവത്തിൻ്റെ നിവാസം. ചില ഹോട്ടൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പഠിക്കേ. എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിക്കേ. ആവശ്യമില്ലാത്ത തട്ടുകടയിൽ അവിടെ ഇവിടെ ഒന്നും പോകരുത്. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അന്യരോഗങ്ങളെ വാങ്ങിച്ചു വെച്ചിട്ട് അവസാനം കിടന്ന് കുഴയരുത്. നമ്മുടെയൊക്കെ ആരോഗ്യവും നമ്മുടെയൊക്കെ സൗന്ദര്യവും നമ്മുടെ സ്മാർട്ട്നെസ്സും ദൈവസഭയ്ക്കും ദൈവനാമത്തിനും പ്രയോജനം ചെയ്യാനുള്ളതാണ്. ആ സമയത്തൊന്നും നിങ്ങൾ കഴിക്കരുത്. ഇപ്പോഴത്തെ രോഗജന്യമായിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ജീവിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഏറ്റവും നല്ലതാണത്. അല്ലെങ്കിൽ പിന്നെ വല്ലതുമൊക്കെ വന്ന് കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ വല്ലാത്ത പ്രതിസന്ധിയാവും. നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണ്. 8:16 എന്ന് പറയുന്നൊരു തത്വമുണ്ട്, ഞാൻ ഫോളോ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് കുടവയറൊന്നും ഇല്ലാതിരിക്കുന്നത്. 30 വർഷമായി സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്ന ഉപദേശിയാണ് ഞാൻ, അറിയാവോ? നിരന്തര യോഗമല്ലേ, കൺവെൻഷന്, സഭായോഗം, ഉപവാസ പ്രാർത്ഥന, അത് ഇത് ഇങ്ങനെ പോവുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് ഓടിച്ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ചെല്ലുന്നിടത്തെല്ലാം സ്പെഷ്യൽ ഫുഡാണ്, വറുത്തത്, പൊരിച്ചത്, എന്തെല്ലാം സംഭവങ്ങളാണ്. പക്ഷേ 8:16 എന്ന് പറയുന്നൊരു തത്വമുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള അത്രയും സമയത്തിനകത്ത് എന്തും കഴിക്കാം. അത് കഴിഞ്ഞുള്ളൊരു 16 മണിക്കൂർ ഒന്നും കഴിക്കത്തില്ല. അതാണ് 8:16. അല്ലെങ്കിലുണ്ടല്ലോ, എബി എബ്രഹാമിൻ്റെ വയർ ആലയത്തിലോട്ട് വന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് എബി എബ്രഹാം കയറി വരത്തുള്ളൂ. മനസ്സിലായില്ലേ? പുള്ളി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ലിപ്പോൾ ഈ വന്ന് അത് വയറ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഉച്ചയ്ക്ക് അല്പം കാര്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് കഴിക്കാതിരിക്കണം. ഇതിനകത്തെ ഈ അവയവങ്ങൾക്ക് റെസ്റ്റ് വേണ്ടേ? ഇത് രാത്രി 11 മണിക്ക് കഴിക്കുന്നു, ഇതോടെ തീർന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ദഹനേന്ദ്രിയ വ്യവസ്ഥയെല്ലാം റെസ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ 12-ന് പിന്നെയും ചിക്കൻ കാല് കയറി അതോടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 12:30-ക്ക് കൊക്കക്കോള പിന്നെ ഇറങ്ങിച്ചില്ല. ഇതിനെല്ലാം കത്തിക്കണ്ടേ സംഭവം. അപ്പം നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥിതി ഈ 24 hours വർക്കാണ്. കുറെ കഴിയുമ്പോൾ ഇതങ്ങ് സ്റ്റോപ്പ് ആകുമ്പോൾ പിന്നെ സ്റ്റഡി ലൈക്ക് വടിയായിട്ട് എവിടെയെങ്കിലും കട്ടിലെ കിടക്കേണ്ടവർ. കട്ടിലെ രോഗിയായിട്ട് കിടക്കുമ്പോഴോ കാണാൻ വരുന്നവരെല്ലാം മുന്തിരിങ്ങ, ഓറഞ്ച്, ആപ്പിളും ഏത്തപ്പഴം കൊണ്ടാണ് വരിക. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നമ്മളങ്ങ് ചാകുകയാണ്. ഏറ്റവും നല്ല ഫുഡ് കോട്ടയത്തൊരു ഹോട്ടൽ പൂട്ടി, അറിയാവോ? ഏറ്റവും നല്ല വിറ്റുവരവുള്ള ഹോട്ടൽ പൂട്ടിപ്പോയി. അതിൻ്റെ കാരണം ജോലി ചെയ്യേണ്ട സമയത്ത് ബംഗാളി കിടന്ന് ഉറങ്ങി. അതിൻ്റെ ഓണർ ഒരു അച്ചായനും ഇച്ചിരി മുൻകോപമുള്ള പുള്ളി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ 2 എണ്ണം കൊടുത്തു. പണി ചെയ്യേണ്ട സമയത്താണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് അറിയാവുന്ന ബംഗാളി ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടി ചേർത്ത് വെച്ച് അവനോട് പറഞ്ഞു. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവനെ തല്ലിയപ്പോൾ അവന് എന്തോ ഒരു വിഷമം, ഒരു ജാള്യത. അവനുണ്ടായിരുന്നെല്ലാം കൂടെ പെറുക്കി കെട്ടി അടുത്ത വണ്ടിക്ക് ട്രെയിൻ കയറി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവന് തോന്നി ഈ പുള്ളിക്ക് എന്തെങ്കിലും ഇട്ടൊരു പണി കൊടുത്തിട്ട് പോകണമല്ലോ. അപ്പം അവൻ നോക്കിയപ്പോൾ ഒരു നല്ല ഉരുളിക്കകത്ത് നെമ്മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചുറ്റുപാട് നോക്കിയപ്പോൾ ആ മുറിക്കകത്ത് ആരുമില്ല. കിച്ചൻ്റെ ഒരു സ്പെഷ്യൽ റൂം, ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സ്റ്റോർ റൂം, അതിനകത്ത് ആരുമില്ലെന്ന് പാവം ധരിച്ചു. അതിൻ്റെ അടപ്പം കൊണ്ട് മാറ്റിയിട്ട് അവൻ്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീർ അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലാവും, ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവും. ഇതപ്പുറത്ത് ഒരുത്തൻ നിന്ന് കണ്ടു. അവൻ വീഡിയോ എടുത്ത് അവിടുത്തെ ഗ്രൂപ്പുകളിലെല്ലാം കിട്ടു. ബംഗാളി മൂത്രം ഒഴിച്ച
നെമ്മീൻ കറിയാണ് ഇവിടെ വിളമ്പത്, അത് ഇന്ന് മാത്രമല്ല എന്നും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു അടിക്കുറിപ്പോടുകൂടി ഹോട്ടൽ പൂട്ടി. അപ്പം നമ്മൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് ആർക്കറിയാം? ഇപ്പോൾ ഓക്കാനും വരുന്നുണ്ടല്ലേ, അല്പം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി ഓക്കാനിക്കാൻ അവസരം തരാം. അപ്പോൾ പഠിച്ചോണം. വല്ലയിടത്തും വല്ല മണവും പൊരിഞ്ഞ മണവും കരിഞ്ഞ മണവും ഒക്കെ കേൾക്കുമ്പം വണ്ടി അങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് എന്തോ വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നുള്ളെന്നുള്ള ഇടപാടൊക്കെ നിർത്തിയിട്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കണം നന്നായിട്ട്. മമ്മിക്കൊരു താങ്ക്സ് ഒക്കെ പറയണം. മനസ്സിലായില്ലേ? വെണ്ടയ്ക്ക അമരയ്ക്കയും തക്കാളിയായിട്ട് ഉരുളൻകിഴങ്ങായിട്ട് വയ്ക്കുന്ന സാമ്പാറാവുമോ? ഇതിനെ യഥോചിതം ഭംഗിയായി കഴുകി പെറുക്കി എടുത്ത് അരിഞ്ഞ് പെറുക്കി അതിനകത്ത് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് ചൂടും പുകയും ഒക്കെ അനുഭവിച്ച ഒരു ജീവി ആ വീട്ടിലുണ്ട്. മമ്മി താങ്ക്സ്, സാമ്പാർ സൂപ്പറായിരുന്നു മമ്മി, മീൻകറി സൂപ്പറായിരുന്നു. മുഖത്ത് നോക്കി പറ മക്കളെ, അത് അനുഗ്രഹമാണ്. മമ്മിയെ വട്ടം പിടിച്ചിട്ട് പറ, ഓ മമ്മിയുടെ മീൻകറി സൂപ്പറായിരുന്നു. ചിലപ്പോൾ പിഴവൊക്കെ പറ്റിയെന്നിരിക്കും. അന്നേരം നിങ്ങൾ വിമർശിക്കുകയൊന്നും ചെയ്യരുത്. മമ്മി ആ മീൻകറി സൂപ്പറായിരുന്നു. എങ്ങനെ മമ്മി ഈ മീൻകറിക്കകത്ത് പുകയിട്ടപ്പോൾ ഇത്രയും ടേസ്റ്റ്? അപ്പോൾ പുകഞ്ഞു പോയെന്ന് ആർക്ക് മനസ്സിലാവും? നീ ആ പുകയെ തൂങ്ങി പിടിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. മമ്മി അയലയും പുകയും കൂടെ ആയിപ്പോൾ ഭയങ്കര ടേസ്റ്റായി എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം പുക കയറാതെ അവർ നോക്കിക്കോളും. അങ്ങനെ വീടുമായിട്ടൊരു നല്ല രമ്യതയിലൊക്കെ പോകാൻ പറ്റണം. മനസ്സിലായില്ലേ? ഓക്കെ. നിവാസമാകണം നമ്മുടെ ശരീരം. അതിന് ബദലായി വരുന്ന ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഉടുക്കുകയോ ചെയ്യരുത്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് യോഗ്യമായത് കഴിക്കണം, യോഗ്യമായതേ പറയാവൂ, യോഗ്യമായ കൂട്ടുകെട്ടയാകാവൂ. ആർക്കും എൻ്റെ ശരീരത്തെ പണയപ്പെടുത്തി കൊടുക്കരുത്. അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല എൻ്റെ ശരീരം. ആ ഒരു തീർച്ചയും തീരുമാനമുണ്ടാകണം. മക്കളുമാർ കേൾക്കാൻ പറയാ, ചില ഞരമ്പ് രോഗികളുണ്ട്, അവനാകെ അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് വാചകം ഐ ലവ് യു. ആ പറഞ്ഞ ഇങ്ങ് എഴുതി തരാൻ പറഞ്ഞാൽ അവൻ അതിൻ്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. അങ്ങനെ ഒരു വിവരം കെട്ടവൻ്റെ കൂടെ ഇറങ്ങി ഓടാൻ നിൽക്കുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അമ്മയെ മറന്ന്, അപ്പനെ മറന്ന്, വേണ്ടപ്പെട്ടവരെ മറന്ന്, സഭയെ മറന്ന്, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച പാസ്റ്ററുകളെ മറന്ന്, നിങ്ങളെ കൗൺസിൽ ചെയ്ത പാസ്റ്റർ ആൻറ്റിയെ മറന്നൊക്കെ ആരുടെയെങ്കിലും ഒരുത്തിയുടെ പുറകെ, ഒരുത്തൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്ന ആരും ശുഭമായിട്ടില്ല. അവരുടെയൊക്കെ ജീവിതം അധോഗതിയായിട്ടുണ്ട്. വീട്ടുകാർ കല്യാണം നടത്തി തന്നില്ലേ, വേണ്ടുകയില്ല, ഞങ്ങളങ്ങൊന്നിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ജീവിച്ചു തുടങ്ങി. അവസാനം കുടുംബ കോടതിയിലെ തിണ്ണെ തൂണും ചാരി നിൽക്കുകയാണിപ്പോൾ. രണ്ടും രണ്ട് വഴിക്കായി. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെയൊന്നും കുഞ്ഞുങ്ങൾക്ക് ഗതികേട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ എന്തുവാ? ആലയമാകണം. അതാ 2-ാം അധ്യായം. 3-ാം അധ്യായം എന്താ പറയുന്നതെന്നറിയാം? 3-ന്റെ 16-ാം വാക്യം നോക്കിക്കേ. അകത്ത മനുഷ്യൻ ശക്തിയോടെ എന്തോ ചെയ്യണം? ബലപ്പെടണം. 3-ന്റെ 16-ാം വാക്യം വായിച്ച്. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഉപവസിക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ചോണം. ഭാഗികമായും പൂർണ്ണമായും ഉപവസിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. അകത്ത മനുഷ്യൻ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാലേ വെല്ലുവിളികളുടെ മുമ്പിൽ പതറാതെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടിയാൽ മതി, നമ്മൾ അടപടലെ വീണുപോകും. ആര് വരട്ടിയാലും, ആര് ഭീഷണിപ്പെടുത്തിയാലും, എത്ര വലിയ രോഗം നമ്മെ ബാധിച്ചെന്ന് വന്നാലും മനസ്സിൻ്റെ ധൈര്യം കളയരുത്. മനസ്സിൻ്റെ ധൈര്യമില്ല കളയാതിരിക്കണമെങ്കിൽ അകത്ത മനുഷ്യൻ ശക്തിയോടെ എന്തോ ചെയ്യണം? ഈ 21 ദിവസവും ദൈവം നിങ്ങളെ ചികിത്സിച്ച് നിങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തീകരിക്കുകയായിരുന്നു. എത്ര വലിയ കോടി കെട്ടിയ പീശാച് വന്നാലും ഞാൻ പതറത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റണം. അഭിഷേകത്തിൻ്റെ കരുത്തൻ്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കർത്താവ് സർവത്തിന് മീതെ ദൈവമാണ്. അന്ധകാരത്തിൻ്റെ വ്യാപാരത്തോട് അടങ്ങെന്ന് പറയാനുള്ളൊരു കരുത്ത് ദൈവം തന്നിട്ടുണ്ട്. അത് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണം അത് ഏറ്റെടുത്തവരെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ, മഹത്വപ്പെടുത്തിക്കോ. അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണം. അകത്ത മനുഷ്യൻ ശാക്തീകരിക്കപ്പെടുന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ പരാധീനതയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കും. നമുക്ക് ഒരിക്കലും ഒരു നല്ല വർത്തമാനം പറയുന്നതിന് പകരം എന്നും ഇല്ലായ്മയുടെ വല്ലായ്മയുടെയൊക്കെ കാര്യം സാക്ഷ്യം പറഞ്ഞു നടക്കേണ്ടി വരും. എത്ര നല്ല പാട്ടുണ്ടെങ്കിലും ഞെരുക്കത്തിനപ്പം ഞെരുക്കത്തിനപ്പം എന്നുള്ള പാട്ടല്ലാതെ വേറെ ഒന്നും വായി വരത്തില്ല.
പാട്ട് വലിയ കുഴപ്പമൊന്നുമല്ല, പക്ഷേ അത് നമ്മുടെ അരാജകത്വം വെളിപ്പെടുത്താൻ വേണ്ടി പാടേണ്ട പാട്ടല്ല. ഞെരുക്കത്തിൻ്റെ അപ്പം എന്തുവാണെന്നറിയാവോ? അറിയാമോ വെള്ളനാടുകാർക്ക്? ഞെരുക്കത്തിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ എന്തോ? അമ്മച്ചി ഇത് പാടുക എന്നും ഞെരുക്കത്തിൻ്റെ അപ്പം. അപ്പം അമ്മച്ചി ഞെരുക്കത്തിൻ്റെ അപ്പം എന്നും പാടുന്നതിൻ്റെ കാര്യം എന്താ? അപ്പം എന്തോ ഈ അപ്പം എന്നറിയാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ അച്ഛനകത്ത് മാവ് വാരിയിട്ട് ഞെരുക്കി കറക്കി ഉണ്ടാക്കുന്നൊരപ്പം ഉണ്ടല്ലോ, എന്തോ അത്? ഞെരുങ്ങി ഇറങ്ങി വരുന്നൊരപ്പം. ആ ഇടിയപ്പം കടലക്കറിയും കഴിച്ചിട്ട് വന്നാൽ ഈ പാട്ട് പാടുന്നത്. ഞെരുക്കത്തിൻ്റെ അപ്പം, ഞെരുങ്ങി ഇറങ്ങുന്ന അപ്പമാണല്ലോ. എത്ര നല്ല പ്രത്യാശയുടെ പാട്ടുണ്ടെങ്കിലും കണ്ണുനീരെന്നു മാറുമോ, അതൊക്കെയാണ് പാടുന്നത്. പ്രത്യാശയുടെ പാട്ട് പാടി, പ്രത്യാശയുടെ വാക്യം വായിച്ച്, പ്രത്യാശയുടെ വാക്കുകൾ പറയാൻ കഴിയും. 21 ദിവസം ഉപവാസം വരുന്ന പ്രിയപ്പെട്ടവർ, 2 ദിവസം കൂടെ കഴിയുമ്പോൾ 21 തികയുന്നു. ഈ 19 ഞാൻ പറയുകയാണ്, പകൽ ഇത്രയും ദിവസങ്ങളിൽ ആത്മീയ ഭോജനം അനുഭവിച്ച ഒരൊറ്റ വ്യക്തിയുടെ വായിൽ നിന്നും അയ്യോ 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 എന്ന് പറയരുത് ഇനി മേലാൽ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയൂ അയ്യോ അയ്യോ അയ്യോ? ഇരിക്കുമ്പോൾ ഒരയ്യോ, എഴുന്നേൽക്കുമ്പോൾ ഒരയ്യോ, ചരിയുമ്പോൾ ഒരയ്യോ. ഞങ്ങൾ ഈ ഇതിനകത്തൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കും, ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അയ്യോ 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 എന്നും പറഞ്ഞ് കയറി വരുന്ന താരങ്ങളെയൊക്കെ ഞങ്ങൾ നോട്ടപ്പുള്ളികളാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ 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 അയ്യോ. അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാൽ വായിൽ നിന്ന് പോകേണ്ട ഒരു പദമാണേത്, അയ്യോ അയ്യോ അയ്യോ. വേറൊരു പദമുണ്ട്, വയ്യ 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 വയ്യ. ഒരു കട്ടൻ കാപ്പി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. എൻ്റെ മനുഷ്യനെ നിങ്ങൾക്ക് കൂടെ കൂടെ കട്ടൻ കാപ്പി എനിക്കെങ്ങും വയ്യെന്നേ, വയ്യ. ഒരു ദിവസം എത്ര പ്രാവശ്യം വയ്യ വയ്യ എന്ന് പറയുക. അതുപോലെ പറയുന്ന വേറൊരു പദമാ ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. പിള്ളേർ വിളിച്ചായിരുന്നോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. ആശുപത്രി പോയായിരുന്നോ? ഇല്ല. 21 ദിവസം ഉപവാസപ്രാർത്ഥന നടക്കുക, വരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? ഇല്ലായ്മ ഇല്ലായ്മ. അപ്പൊ ഈ പദങ്ങളെല്ലാം വായിന്ന് പോകണമെങ്കിൽ അകത്തെ മനുഷ്യൻ എന്തോ ചെയ്യണം? ശക്തീകരിക്കപ്പെടണം. ഇത്ര ദിവസത്തിനകത്ത് എന്നെ പാക്കപ്പ് ചെയ്യുമെന്നൊക്കെ ദുർമന്ത്രാതി പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെയാന്ന് എനിക്കറിയാം. ആരാ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ അച്ചുകൂടങ്ങൾക്കും നിന്റെ തച്ചുശാസ്ത്രത്തിനും നിന്റെ ഇടപാടുകൾക്കൊന്നും എന്നെ മറിക്കാൻ പറ്റില്ല. ദുഷ്ട പിശാച് ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയണം. അകത്തെ മനുഷ്യൻ ശാക്തീകരിക്കപ്പെട്ടവന്റെ തന്റെ ഇടമത. ഓ ഹല്ലേലൂയ. എല്ലാ വിഷമതകളും, എല്ലാ ഭയങ്ങളും, എല്ലാ നിരാശകളും മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അപ്പൊ 3-ാം അധ്യായത്തിൽ അകത്ത മനുഷ്യൻ ശക്തിയോടെ എന്തോ ചെയ്യണം? ബലപ്പെടണം. 17-ാം വാക്യം കൂടെ നോക്കിക്കേ, 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? കർത്താവ് എവിടെയെങ്കിലും കണ്ണാടിക്കൂട്ടിലിരുന്നാൽ പോരാ, നമ്മുടെ ഉള്ളിൽ വേണം. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് ഉള്ളിലുണ്ടെന്ന്? ഈ ഉപവാസം കഴിയുമ്പോൾ ആ ഒരു ബന്ധം സ്ഥാപിതമാകണം. യേശു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ യേശുവിലും യേശു എന്നിലുമാണ്, ഞാനിനി അവനിലും അവനിനി എന്നിലുമെന്ന് പറയുന്ന ആത്മലയന ബന്ധത്തിൻ്റെ ദൃഢത അത് സൂക്ഷിക്കണം. ഉപവാസം കഴിയുമ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ ട്യൂമറിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസിനകത്തുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തി, അത് കർത്താവ് നോക്കിക്കോളും. കരളിൻ്റെ വീക്കം കർത്താവ് നോക്കിക്കോളും. തലച്ചോറിൻ്റെ പ്രശ്നം കർത്താവ് നോക്കിക്കോളും. ബുദ്ധിമാന്ദ്യത്തിൻ്റെ പ്രശ്നം കർത്താവ് നോക്കിക്കോളും. കാരണം കർത്താവ് അകത്തുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഏറ്റെടുക്കാനിടയാകണം. സർവത്തിനും മീതെ ദൈവമായ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. യെസ്. നിരാശ മാറട്ടെ, ആകുലത മാറട്ടെ, ആശങ്ക മാറട്ടെ, ഉത്കണ്ഠ മാറട്ടെ. കർത്താവ് നമ്മുടെ അകത്തു വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. 4-ാം അധ്യായം ഗൗരവമായ ഒന്ന്. അപ്പോൾ 1-ാം അധ്യായത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകണം. 2-ാം അധ്യായത്തിൽ നിവാസമാകണം. 3-ാം അധ്യായത്തിൽ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും ക്രിസ്തുവിനെ ഉള്ളിൽ വസിപ്പിക്കുകയും ചെയ്യണം. അതാണ് നിർദ്ദേശങ്ങൾ, അതാണ് മുന്നറിയിപ്പുകൾ, അതാണ് വാർണിങ്സ്, ഗ്രേറ്റ് വാർണിങ്സ് ആണ്. 4-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കേട്ടോണം. 4:30 വാക്യം വായിച്ച 4:30.
ഉപവാസമിരുന്ന ഭാഗികമായും പൂർണ്ണമായും ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, പാടിയ കുഞ്ഞുങ്ങളടക്കം, ആരാധിച്ച പ്രിയപ്പെട്ടവരടക്കം, ശുശ്രൂഷിച്ച ദൈവദാസന്മാർ, ഞങ്ങളടക്കം എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഇനിയുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ എന്തോ ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മുടെ കൂടെ സദാ വാഴുന്ന, നമ്മുടെ കൂടെ സദാ ചരിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നിയോഗിക്കുന്ന, പരിപാലിക്കുന്ന, നമ്മെ ഇന്നതാണ് വഴി, ഇതിലെയാ നടക്കേണ്ടത് എന്ന ആലോചന പറഞ്ഞ് നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഒരു കാരണവശാലും മക്കളെ എന്തോ ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാലുള്ള ദോഷം എന്താ? 2 ദോഷം പഠിച്ചോണം. ഒന്ന് ഇവിടെ തന്നെ പറയുന്നു, വീണ്ടെടുപ്പിൻ നാളിൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഒരു കാരണവശാലും എന്തോ ചെയ്യത്തില്ല, നമുക്ക് പുനരുത്ഥാനം കിട്ടത്തില്ലെന്ന്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങൾ എന്തോ ചെയ്യും, ഉയർപ്പിക്കും. അപ്പൊ ആത്മാവാണ് നമ്മളെ ഉയർപ്പിച്ചുകൊണ്ട് വരേണ്ടത്. അപ്പൊ ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഒരു കാരണവശാലും എന്തോ ചെയ്യത്തില്ല, ആത്മാവ് നമ്മളെ ഉയർപ്പിക്കത്തില്ല, വീണ്ടെടുപ്പ് നടക്കത്തില്ല. കർത്താവിന്റെ പുനരാഗമനത്തിൽ സംഭവിക്കേണ്ട വീണ്ടെടുപ്പ് നടക്കാതെ പോകും. രണ്ടാമത് ഗൗരവമായി വേറൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ ശത്രുവായി മാറും. ദൈവമാണ് തൻ്റെ ആത്മാവിനെ അയച്ചത്. ആ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ ആരാകും, ശത്രുവായി മാറും. അങ്ങനെ വാക്യം വായിച്ചവരാരുണ്ട്? പറ. വെള്ളനാടുകാരുണ്ട് അങ്ങനെ വാക്യം വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ ശത്രു, അതുകൊണ്ട് ദൈവം അവരുടെ ശത്രുവായി മാറി. ഒരു എംപോസിഷൻ മണം അടിക്കുന്നുണ്ട്, പറഞ്ഞു പെട്ടെന്ന്. ആർക്ക് പറയാൻ പറ്റും? അവർ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നു എന്ന് പറഞ്ഞാൽ മത്സരിച്ചു, എതിർത്തു നിന്നു, അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി. ആ വാക്യങ്ങൾ അറിയണം. എഫെസ്യർ 4:30 വീണ്ടെടുപ്പ് നടക്കാതെ വരും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ. മറ്റേത് യെശയ്യാവ് 63:10 വാക്യമാണ്. യെശയ്യാ പ്രവചനം 63:10 വാക്യം. ഈ 2 വാക്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ഒരു മണിനാദം എന്ന പോലെ നെഞ്ചകത്തിൽ ഉണ്ടാകണം. ആത്മാവിനെ ഞാൻ എന്തോ ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ച അതിനകത്ത് തിയോളജി, ദൈവഹിതമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും നോ 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 നോ. പക്ഷേ ആ നോ നോ എന്നുള്ള എതിർപ്പിനെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും ആ തിന്മയിലേക്ക് നിങ്ങൾ പോയാൽ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും, ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ റിപ്പോർട്ട് അവിടെ കിട്ടും. എവിടെ? ദൈവത്തിന് കിട്ടും. ഞാൻ അവളെ ആകുന്ന പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട. അവനോട് ഞാൻ ആകുന്ന പറഞ്ഞു, പോകരുത്, കാണരുത്, കേൾക്കരുത്, തുടരുത്, പിടിക്കരുത്, മുട്ടരുത്, തട്ടരുത്, ഉരുമരുത്, ഒരയരുത്, ആ വഴി പോകണ്ട, ആ കൂട്ടുകെട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, എന്നിട്ടും കേട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ പിതാവാം ദൈവത്തിന് ഓർഡർ കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ശത്രുവായി മാറും. ദൈവം എന്തുവായി മാറുന്നു? 63:10 കിട്ടിയോ മക്കളുമാര്? കിട്ടിയോ വാക്യം? യെശയ്യാ 63:10 കിട്ടിയവർ വായിച്ചേ. മത്സരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കേട്ടോണം, സഭ മൊത്തത്തിൽ കേട്ടോണം. സഭയ്ക്കകത്ത് എന്തോ വരാൻ പാടില്ല, മത്സരം വരാൻ പാടില്ല. മത്സരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ ആരായി മാറും? ശത്രുവായി മാറും. ദൈവ ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ മിത്രമാകാൻ ഒട്ടി നിൽക്കാൻ ഒരു പുള്ളിയുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച്. അവൻ നമ്മുടെ മിത്രമായി വന്നാൽ നമ്മുടെ അധോഗതിയാണ്. നമ്മളെ നന്നാക്കാനല്ല പിശാച് വരുന്നത്, മനസ്സിലായില്ലേ? നമ്മളെ തകർക്കാനാ, തളർത്താനാ, ഇല്ലാതെയാക്കാനാ, അന്യാധീനപ്പെടുത്താനാ, പരിച്ഛേദം, മുച്ചൂട് മുടിച്ചു കളയാനാ വരുന്നത്. പക്ഷേ അവൻ നമ്മുടെ കൂട്ടുകാരനാകരുത്, പകരം ദൈവത്തെ കൂട്ടുകാരനാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. തെറ്റായ തീരുമാനങ്ങളോട് നോ പറയാൻ ആത്മശക്തി പ്രാപിച്ചോളൂ. ദൈവഗീതമല്ലാത്ത ഒരു കാര്യത്തിനും ഇടപെടരുത്. ജീവിതത്തെ സംശുദ്ധമായി കാത്തോളും. ഏറ്റവും പവിത്രമായ ജീവിതത്തെ സൂക്ഷിക്കാൻ പറ്റണം. അതാണ് 4-ാം അധ്യായം. ഓക്കെ, 5-ാം അധ്യായം 26-ാം വാക്യം വായിച്ച്. നിർമ്മല കന്യകയാകണം. യേശുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കന്യകാപദം വിട്ടുപോകാതെ നിൽക്കണം സഭ. 26-ാം വാക്യം. തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് ശുദ്ധയും നിഷ്കളങ്കയുമാകണം. വചനത്തോടുകൂടിയ ജലസ്നാനം. ജലസ്നാനം എന്ന് പറയുന്നത് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന ജലസ്നാനത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുക. വചനം കൊണ്ടുള്ള നീർക്കുളി, വചനത്താലുള്ള കഴുകപ്പെടൽ. വചനത്താലുള്ള കഴുകപ്പെടൽ ലഭിക്കപ്പെട്ട വ്യക്തിക്കാണ് സ്നാനത്തിലേക്കുള്ള മാറ്റം. മനസ്സിലായില്ലേ?
ഉപവാസപ്രാർത്ഥനയുടെ ഒടുവിൽ 5-6 പേര് സ്നാനപ്പെടാൻ, എത്ര പേര് പാസ? 9 പേര് സ്നാനപ്പെടുന്നു. ഓ, ഇന്നത്തെ പകലത്തെ പ്രസംഗം രാത്രിയിലെ പ്രസംഗം കൊണ്ട് 9 എന്നുള്ളത് 10 തികയണം. അപ്പോസ്തലന്മാരുടെ സംഖ്യക്കൊത്തോണം 12 തികയണം. മനസ്സിലായില്ലേ? സ്നാനം നടക്കണം, അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ മെനഞ്ഞാന്ന് വെള്ളായണി കായലിൽ കുറേ എണ്ണത്തെ മുക്കിയിട്ടാണ് പാലക്കാടിന് പോയിട്ട് തിരിച്ച് പിന്നെ തിരുവനന്തപുരത്ത് ഇവിടെ പയറ്റുവിള കൺവെൻഷന് വേണ്ടി വന്നത്. ഓക്കെ, സ്നാനം വെള്ളായണി കായലിൽ ഞാനിപ്പോൾ ഒത്തിരി പേരെ മുക്കിയിട്ടുണ്ട്. ഇവിടെയും 9 പേര്, 9 അല്ല, വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു അതൊരു 10 തികയട്ടെ, 12 തികയട്ടെ. ചിലരുടെ ഉള്ളത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന സ്നാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ജലസ്നാനമല്ല, വചനം കൊണ്ടുള്ള കഴുകലാണ്. വചനം കൊണ്ടുള്ള കഴുകൽ ലഭിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനാണ് ജലസ്നാനത്തിലേക്കുള്ള നീക്കമുണ്ടാകുക. സ്നാനമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ആ ക്ലാസ് ദൈവദാസൻ ഭംഗിയായിട്ട് എടുത്തോളും. എങ്കിലും ഈ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടായിട്ട് പറയാം. സ്നാനപ്പെട്ടവരോടും പറയാം, സ്നാനപ്പെടാനുള്ളവരും കേൾക്കണം, സ്നാനം നാളെ ഏൽക്കാൻ പോകുന്നവർ കേൾക്കണം, മുൻപ് സ്നാനം ഏറ്റവരും കേൾക്കണം. ഓക്കെ, സ്നാനപ്പെടുന്നതിന് മുൻപ് നമുക്കൊരു ബൈബിൾ ക്ലാസ് ഉണ്ട് അല്ലേ? അതിനല്ലേ പാസ് വരണമെന്ന് പറഞ്ഞ് പാസ് കർശനമായിട്ട് പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. ഈ ക്ലാസ്സിന് വരാത്ത ആരെയും ഞാൻ എന്തോ ചെയ്യത്തില്ലെന്ന്. അയ്യോ, കോട്ടയത്തൊന്നും ഞങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ല. നിങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ആത്മധൈര്യം വളരെയാണ്, നെഞ്ചുറപ്പ് വളരെയാണ്. ഓക്കെ, അപ്പം സ്നാനത്തിന് ക്ലാസ് വരണം. എല്ലാ സഭകളിലുമുള്ള ഒരു സംഗതിയാണ്. നാളെ സ്നാനമുണ്ട്, സ്നാനത്തിന് പേര് തന്നവരെല്ലാം ക്ലാസ്സിന് എന്ത് ചെയ്യണം? വരണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്നാനക്കടവിൽ വെച്ച് സ്നാനപ്പെട്ടവരാരും അങ്ങും ഇങ്ങും ചെതറിപ്പോകരുത്, അവർക്ക് ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ടെന്നൊരു അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ എല്ലാ കുഴപ്പമുണ്ട് ദൈവസഭയ്ക്ക്. സ്നാനത്തിന് മുമ്പ് സ്നാനം എന്താ, എങ്ങനെയാ, എപ്പോഴാ, അതിൻ്റെ ദൈവശാസ്ത്രം എന്താ എന്നിത്യാദി വസ്തുതകളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലേക്ക് പോവുക, ആറ്റിലേക്ക് പോവുക, സ്നാനക്കടവിലേക്ക് പോവുക. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്തോ വേണം? സ്നാനം വേണം. ആ സ്നാനാനന്തര ജീവിതം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് വേണം. ഈ 2 ക്ലാസ്സും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരാത്മീയന്റെ പൂർണ്ണത വരുന്നത്. സ്നാനവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഞാൻ പറയാം വേഗം. കർത്തൃമേശയും സ്നാനവും, സ്നാനം കഴിഞ്ഞാണല്ലോ കർത്തൃമേശ. അതുകൊണ്ട് സ്നാനവും കർത്തൃമേശയും രണ്ടും നമ്മുടെ പുനരുത്ഥാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. സ്നാനപ്പെടാത്തവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പുനരുത്ഥാനത്തെ ബാധിക്കുന്ന 2 കൂദാശകൾ, 2 സക്രമെന്റ്സ്, 2 ശുശ്രൂഷകളാണ്. ഏതൊക്കെയാണ്? സ്നാനവും കർത്തൃമേശയും. സ്നാനപ്പെടാത്തവന്റെ ശരീരം രൂപാന്തരപ്പെടുകയോ പുനരുത്ഥാനം പ്രാപിക്കുകയോ ചെയ്യത്തില്ല. വാക്യം എവിടെ? റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. റോമർ 6:5. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, ബാക്കി പറ, അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന ചടങ്ങ് എന്തുവാ? മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന ചടങ്ങ് എന്തുവാ? സ്നാനമാണ്. അങ്ങനെ നിങ്ങൾ സ്നാനമേറ്റാൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പം മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യത്തില്ല? പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സ്നാനം ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തിയും പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. ഏത് പുനരുത്ഥാനം? 1-ാം പുനരുത്ഥാനം. അതിൽ പങ്കാളികളാകണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? സ്നാനപ്പെട്ടേ പറ്റൂ. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർമ്മത്തോട്, ആ ഒരു നടപടിയോട് ഞാൻ ഏകീഭവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശരീരം വെള്ളത്തിൽ മുങ്ങുന്നു, വെള്ളത്തിൽ പൊങ്ങുന്നു. മുങ്ങുന്നത് പാപജടത്തെ മുക്കുകയാണ്, പൊങ്ങുന്നത് ജീവന്റെ പുതുക്കത്തിലുള്ള ശരീരം ഉയർത്തി വരിക, യേശു ഉയർത്ത പോലെ. ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആ ദൈവദാസന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സ്നാപകൻ. എന്താണ്? സ്നാപകൻ. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് സ്തോത്രാർപ്പണങ്ങളോടെ, ഭക്തിയോടെ, ഭയത്തോടെ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തി, ആണോ പെണ്ണോ ആകട്ടെ, ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് സ്നാനാർത്ഥി. സ്നാനാർത്ഥി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ സൗകര്യപ്രദമായി പിടിച്ച് നിർത്തിയിട്ട്, എങ്ങോട്ടാണോ മുക്കേണ്ടത് ആ വശവും എല്ലാം മനസ്സിലാക്കി നേരെ പിടിച്ച് നിർത്തി അനന്തരം ചില ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ബ്ലെസ്സിങ് പ്രയർ, ഇതെല്ലാം കഴിയും. ചോദ്യങ്ങൾക്ക് യെസ് യെസ് യെസ്, അതെ 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 എന്നുത്തരം പറയുമ്പോൾ, ഉവ്വ് ഉവ്വ് എന്ന് ചിലർ ഉത്തരം പറയുമ്പോൾ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്
നിന്റെ വാമൊഴിயின் പ്രകാരവും വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരവും ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊരൊറ്റ മുക്കും. എത്ര വണ്ണക്കാരിയാണെങ്കിലും പൊണ്ണക്കാരനാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിൽക്കും. ഈ ഉപദേശം എന്നെ മുക്കിയിട്ട് പിന്നെ പൊക്കുമെന്നൊന്നും പേടിച്ചാരും ഇറങ്ങാതിരിക്കണ്ട. ഞങ്ങളതിനെ പ്രാക്ടീസ് പ്രാപിച്ചിട്ടുള്ളവരാണ്. അല്ലെ പിന്നെ നേതൃത്വം ഞങ്ങളെ ഉപദേശിയായിട്ട് വിടത്തില്ലല്ലോ. ഞങ്ങളുടെ കൈ നിൽക്കും, ഒരു കുഴപ്പമില്ല. പിടിച്ചങ്ങോട്ട് താക്കുന്നത് അനി വാശി തീർക്കാനൊന്നുമല്ല. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കുന്ന ഇടപാടല്ല. പിന്നെ എന്തിനാ താക്കുന്നതെന്ന് അറിയാമോ? മരണം കഴിഞ്ഞ അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ്. അണിവരൽ പോലും പുറത്ത് കാണത്തില്ല, മുടിനാരയുടെ പോലും വെള്ളപ്പരപ്പിൽ പൊന്തിക്കിടക്കത്തില്ല. കണ്ടോ? അതുപോലെ ഞങ്ങൾ പിടിച്ചു താക്കും. അതെന്തിനാണെന്നറിയാമോ? അടക്കം ചെയ്ത വ്യക്തിയുടെ പെട്ടിയോ പെട്ടിയുടെ പുറത്ത് എഴുതിയ RIP-യോ ഇന്ന് ഞാൻ നാളെ നീ ഗിൽറ്റിട്ട പേപ്പറോ ഒന്നും കാണാത്ത പരുവത്തിൽ കുഴിയിലിട്ട് നമ്മൾ മൂടുന്നുണ്ട്. അല്ലേ? മൂടുന്നില്ലേ? അതുവരെ നിൽക്കാറുണ്ടോ നമ്മളവിടെ? ഇല്ല. അവിടെ ചായ കൊടുക്കുന്നുണ്ട്. അതിനേക്കാളുള്ള പിടിയും വലിയും ബഹളമായതുകൊണ്ട് ഇവിടെ മൂടുന്ന നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ആദ്യം 5-6 പിടി മണ്ണ് വാരി ഇട്ടതോടെ തീർന്നെന്ന അല്ലല്ല. പെട്ടി കാണാത്ത പരുവത്തിൽ ആ വെട്ടിക്കയറ്റിയ മണ്ണ് മുഴുവനും എന്തോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഇടുന്നുണ്ട്. ആ അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ് ഈ വ്യക്തിയെ കാണാത്ത പരുവത്തിൽ വെള്ളത്തിലേക്ക് നമ്മൾ എന്തോ ചെയ്യുന്നത്, താക്കുന്നത്. പക്ഷെ യേശുവിനെ അടക്കുക മാത്രമല്ല, യേശു ഉയർക്കുക കൂടെ ചെയ്തു. ആ ഉയർപ്പിനോടുള്ള ഏകീഭാവമാണ് പിടിച്ചുയർത്തുന്നത്. എത്ര പേർക്ക് മനസ്സിലായി സ്നാനം? അപ്പൊ സ്നാനത്തിൽ മുക്കുന്ന എന്തിനാ, പൊക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, മുക്കുന്നത് അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാനും പൊക്കുന്നത് ഉയർപ്പിന്റെ രൂപത്തോടെ ഏകീഭവിക്കാനുമാണ്. ഇതാണ് അതിൻ്റെ സാദൃശ്യ പാഠമെന്ന് പറയുന്നത്. ഇത് അനുഭവിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും എന്തിനോട് ഏകീഭവിക്കാൻ പറ്റത്തില്ല? പുനരുത്ഥാനത്തോടും രൂപാന്തരത്തോടും ഏകീഭവിക്കത്തില്ല. ചില ചോദിക്കാറുണ്ട്, നിങ്ങൾ സ്നാനപ്പെടുത്തുന്ന പോലെ പെട്ടില്ലെങ്കിൽ എന്നാ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതാണ് റോമർ 6:5 വാക്യം. റോമർ 6:5 അങ്ങനെ പറയുക. മനസ്സിലായല്ലോ? അത് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകൾ ചുമ്മാ ബേക്കറി പോയിരുന്ന് സ്ക്വാഷും ബന്നും കഴിക്കുന്ന പോലെ കഴിക്കരുത്. ഭക്തിയോടെ ഭയത്തോടെ യോഗ്യതയുള്ളവൻ മേശമേലത് ഒരുക്കി വെക്കുമ്പോൾ യോഗ്യതയുള്ളവരാരും മേശയിൽ നിന്ന് അകന്നു പോകരുത്. യോഗ്യതയില്ലാത്തവരാരും മേശയോട് അടുത്ത് വരരുത്. യോഗ്യതയുള്ളവൻ മാത്രം കഴിക്കേണ്ട വിശേഷപ്പെട്ട വിഭവങ്ങളാണ് ഏത്? അപ്പവും വീഞ്ഞും. ഈ അപ്പവും വീഞ്ഞും യോഗ്യതയുള്ളവൻ കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? യോഹന്നാൻ 6:54 എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യും? കിട്ടിയില്ലേ വാക്യം? വായിച്ചോ. ആ ആ ആ ആ അപ്പോൾ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്തോ കഴിക്കണം? കുഴിമന്തി കഴിച്ചാൽ പോരാ, അൽഫാം കഴിച്ചാൽ പോരാ, ഫ്രൈഡ് റൈസ് കഴിച്ചാൽ പോരാ. പിന്നെ എന്തോ കഴിക്കണം? അപ്പവും വീഞ്ഞും. അപ്പവും വീഞ്ഞും എന്തിനെ കാണിക്കുന്നു? യേശുവിൻ്റെ മാംസത്തെയും രക്തത്തെയും. അതാ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യം ഉപദേശപരമായി മറക്കരുത്. സ്നാനവും കർത്തൃമേശയും എന്തിനെ ബാധിക്കുന്ന കാര്യമാണ്? കമോൺ, പുനരുത്ഥാനത്തെ ബാധിക്കും. അതുകൊണ്ട് അതിനകത്ത് ഉഴപ്പ് കാണിക്കരുത്. വെള്ളനാടിനോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്ന എവിടെയെന്ന് പറ. വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്ന എവിടെ? അപ്പത്തിൻ്റെ കാര്യം പോലും അറിയാതാണോ നടക്കുന്നത്? അപ്പവും വീഞ്ഞും എവിടെ? എന്തൊരു അച്ചടക്കമാ സഭയ്ക്ക്! ഓ, എവിടെ? വില്ലന്മാർ പറ, വർഷിപ്പ് ലീഡർ പറ, പാട്ടുകാർ, കൂട്ടുകാർ പറഞ്ഞേ. വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും എവിടെയാണ് കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 14:18 വാക്യം. ഉൽപ്പത്തി 14:18. മൽക്കിസദേക്കിന്റെ കയ്യിലൊരു തളികയുണ്ട്. ആ തളികയിൽ 2 വിശേഷ വിഭവങ്ങളാണ് അപ്പവും വീഞ്ഞും. കണ്ടോ? 14:18 വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 14:18 വാക്യത്തിലാണ് ആദ്യം അപ്പവും വീഞ്ഞും കാണുന്നത്. ബൈബിളിൽ ആദ്യത്തെ അപ്പവീഞ്ഞിന്റെ പ്രദർശനം അവിടെയാണ്. ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല, അങ്ങനെ ഒരു തിയോളജി ഇല്ല. പക്ഷെ ഞാൻ ചോദിച്ച അപ്പവും വീഞ്ഞും മൽക്കിസദേക്കിനോട് നമുക്ക് ചോദിക്കാം, സാർ ഒത്തിരി നേരം അങ്ങ് ഇതും പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ആർക്ക് കൊടുക്കാനാണ്, ഞങ്ങൾക്ക് തരാവോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നോ, നിങ്ങൾക്കാർക്കും തരത്തില്ല. പിന്നെ ഇത് ആർക്കുള്ളതാ? അദ്ദേഹം പറയും 5 രാജാക്കന്മാരെ തോൽപ്പിച്ചോടിച്ച് ജയിച്ചിപ്പോൾ ഒരുത്തൻ കയറി വരും, ജയിച്ച് കയറി വരും.
ബാക്കി ഇവിടെയുള്ള രാജാക്കന്മാരുടെ തോറ്റുപോയി ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. പക്ഷേ ആ 5 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും ഒറ്റയ്ക്ക് പോയി തോൽപ്പിച്ച് ജയിച്ച് കയറി വരുന്നവന് കൊടുക്കാനുള്ളത് അപ്പവും മീനും. അപ്പോൾ സാധാരണമായിട്ടും ചിന്തിച്ച് അപ്പവും മീനും കഴിക്കാനുള്ള യോഗ്യത എന്തുവാ? ജയിച്ചു വരണം, ജയിച്ചു വരണം. ജയിക്കാത്തവന് കഴിക്കാനുള്ളതല്ലിത്. ആണിനെ ജയിക്കണം, പെണ്ണിനെ ജയിക്കണം, മണ്ണിനെ ജയിക്കണം, കസേര ജയിക്കണം, മനസ്സിനെ ജയിക്കണം, ഇന്ദ്രിയ വ്യവസ്ഥിതികളെ ജയിക്കണം. നമ്മുടെ നേരെ ഉയരുന്ന സകലവിധമായിരിക്കുന്ന പാപസന്നാഹങ്ങളെയും ജയിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, തിന്മയോട് തൻ്റെ ഇടത്തോടെ നോ എന്ന് പറഞ്ഞവന് മാത്രം കഴിക്കാനുള്ളതാണ് അപ്പവും മീനും. അല്ലാത്തവരാരും ഇത് കഴിക്കരുത്. കഴിച്ചാൽ അവൻ എന്തോ കഴിക്കുന്നു എന്നാണ് കൊരിന്ത്യർ ലേഖനം പറയും. ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്തോ കഴിക്കുന്നു? നിങ്ങളുടെ 21 ദിവസം കഴിയുമ്പോൾ എന്തോ ലവ് ഫീസ്റ്റ് എന്തോ? ചിക്കൻ ബിരിയാണിയാണോ? സദ്യയാണ്. സദ്യ. വെരി ഗുഡ്. ആണ് പെണ്ണിനെ ജയിക്കണം, പെണ്ണ് ആണിനെ ജയിക്കണം. 2 കൂട്ടരും മണ്ണിനെ ജയിക്കണം, കസേര ജയിക്കണം, ഇന്ദ്രിയ വ്യവസ്ഥിതികളെ ജയിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സമസ്ത വിചാര വികാര വിക്ഷോഭങ്ങളെയും ജയിക്കണം. കണ്ണ് പറയും നോക്ക് 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 നോക്ക്, ഇപ്പൊ നോക്ക് കാണാം. കണ്ണിനോട് പറയണം നോ, നോക്കുന്നില്ല ഞാൻ. മനസ്സ് പറയും ഇപ്പൊ എടുത്ത് വാട്സപ്പ്, വേറെ ആരുമില്ല, വാട്സപ്പ് നോക്ക്, ഇപ്പം അതേ മെസ്സേജ് വന്നിട്ടുണ്ട്, പുതിയ മെസ്സേജിന്റെ ക്ലിങ് സൗണ്ട് കേട്ടില്ലേ? നോക്ക് 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 നോക്ക്. ഇപ്പൊ നോക്കുന്നില്ല, ആരാധന കഴിഞ്ഞ് എടുക്കുന്നുള്ളെന്ന് പറയാൻ തൻ്റെ ഇടം വേണം. നമ്മുടെ നിയോഗങ്ങളെ ജയിക്കണം, നമുക്ക് ശരീരത്തെ ജയിക്കണം. ഒരിക്കൽ ഞാൻ നമ്മുടെ ചർച്ചില്, കോട്ടയം ചർച്ചില്, ശരീരത്തെ ജയിക്കുക, ശരീരത്തെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരത്തെ ജയിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന ഏറ്റവും വലിയ പ്രധാന ഘടകം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണാണെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐറിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കുഞ്ഞിരുന്ന് കരയാൻ തുടങ്ങി. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനും എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അറിയത്തില്ല പാസങ്ങൾ, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാൻ എപ്പോഴും മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം അവിടെ മമ്മി ബിജി എന്നോട് ഒന്ന് പറഞ്ഞു, സാറേ ഞങ്ങളുടെ മോളൊരു തീരുമാനം എടുത്തു. എനിക്ക് എന്തുവാണ്? മമ്മിയുടെ ഫോണിലോട്ട് പപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഇത് കൊണ്ട് തന്നാൽ മതി, ഞാൻ ഇനി ഫോൺ നോക്കുന്നില്ലെന്ന്, ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ഇപ്പം 4-5 മാസമായി അവൾ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. പപ്പ വിളിക്കുന്നുണ്ടെങ്കിൽ, അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ട് കൊടുക്കുന്നേ, പപ്പ വിളിക്കുന്നു പറഞ്ഞു അതെടുത്തിട്ട് അന്നേരം തിരിച്ചു കൊണ്ട് കൊടുക്കും, അത്ര തന്നെ. അല്ലാതെ അവിടെ ഫോൺ എടുക്കുന്നേ ഇല്ല അവൾ. ചില ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ ഒരു തീരുമാനമൊക്കെ വന്നാലുണ്ടല്ലോ ഭയങ്കരമാണ്. ഉപവാസ പ്രാർത്ഥന ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കവേ ഞാൻ എന്തോ മാറ്റിവെക്കണ്ടേ, ഞാൻ എന്തോ കളയേണ്ടത്, എന്നെ അങ്ങക്ക് ഇഷ്ടമല്ലാത്ത പരുവത്തിലാക്കി തീർക്കുന്ന പലതുകൊണ്ട് ഞാൻ എന്തോ അത് കളയേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കണം. സ്തോത്രം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജയിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിനെയും പെണ്ണിനെയും ആണിനെയും ജയിക്കണം, കൈക്കൂലിയെ ജയിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു കൊടുത്താൽ അവന് ഇന്നത് തരണമെന്ന് നമുക്ക് ചില നിർബന്ധമുണ്ടെങ്കിൽ കിമ്പളത്തെ ജയിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? ഉദാസീനതകളെ ജയിക്കണം. നന്നായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത് ഉറങ്ങിയേക്കാൻ നാം മനസ്സ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഉറങ്ങരുത്, അതിനെ ജയിക്കണം. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരിടപാടിനോടും നമ്മൾ ഏകീഭവിക്കാൻ പാടില്ല. അതിനെല്ലാം നമ്മൾ എന്തോ ചെയ്തേ പറ്റൂ. അപ്പം ജയിച്ചവന് മാത്രം ഉള്ളതാ എന്തോന്ന്? അപ്പവും മീനും കഴിക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞ സംഗതി, നമ്മുടെ ഈ ഫംഗ്ഷനൊക്കെ കഴിയുമ്പോൾ ഏറ്റവും അവസാനം ചിക്കൻ ബിരിയാണി ഉണ്ടെന്നിരിക്കട്ടെ, ഞങ്ങളുടെ അവിടെയൊക്കെ ചിക്കൻ ബിരിയാണിയാണ്. കഞ്ഞി വേണ്ടുന്നവർ കഞ്ഞി, പൂർണ്ണമായി ഉപസിച്ചവർക്ക് കഞ്ഞി, പയറും പപ്പടവും മോരും ചമ്മന്തിയൊക്കെ. അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോയ പുള്ളികളെല്ലാം കൂടി പിരിവിട്ട് അവസാനം 21 കഴിയുമ്പം ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടെന്നിരിക്കട്ടെ, ഇരിക്കട്ടെ, ഉണ്ടെന്നല്ല പറഞ്ഞു, അനൗൺസ്മെൻ്റ് ഒന്നുമല്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പൊക്കളയരുത്. യോഗം കഴിയുന്നുണ്ടേ അന്ന് ഇവിടെ നിന്ന് വന്ന പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കി കളയരുത്, ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞു. എല്ലാവരും കഴിച്ചു, വളരെ സന്തോഷം. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര ടേസ്റ്റായിരുന്നു, ഗംഭീരമാണ്, ഇത് എവിടെ ഓർഡർ ചെയ്തേ എന്നൊക്കെ നമ്മൾ ചോദിച്ചും പറഞ്ഞിട്ടോ പോയത്. നല്ല ടേസ്റ്റായിരുന്നു. മണിക്കൂറുകൾ ചിലത് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നു, നമ്മുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് കഴിച്ച ഒരു പുള്ളി അത്യാസന്ന നിലയിലാണ്. നമുക്കാർക്കും കുഴപ്പമില്ല, ഒരു പുള്ളി അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് മഞ്ഞനോവായിരുന്നു. മഞ്ഞനോവുള്ള പുള്ളി ചിക്കൻ ബിരിയാണി കഴിച്ചാൽ എന്തോ സംഭവിക്കും? അത് കൂടും, അത്യാസന്ന നിലയിലാകും, മരണം വരെ സംഭവിക്കാം.
പക്ഷെ വേറെ ആർക്കും എന്ത് ചെയ്യില്ല, അത് കുഴപ്പമുണ്ടായില്ല. കാരണം വേറെ ആർക്കും മഞ്ഞുനോവില്ല. മഞ്ഞുനോവ് ഉള്ളവൻ കഴിച്ചപ്പോഴാണ് അത് കുഴപ്പമായത്. എന്ന് പറഞ്ഞാൽ ഒരേ ചെമ്പിൽ നിന്ന് വിളമ്പിയ ചിക്കൻ ബിരിയാണി എല്ലാവരും കഴിച്ചു. ഒരാൾക്കത് മരണകാരണമായെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഉണ്ടാക്കിയവൻ്റെ കുഴപ്പമാണോ? ഇത് അനൗൺസ് ചെയ്തവൻ്റെ കുഴപ്പമാണോ? വിളമ്പിയവൻ്റെ കുഴപ്പമാണോ? അല്ല, കഴിച്ചവൻ്റെ കുഴപ്പമാണ്. അവൻ ഒഴിഞ്ഞിരിക്കണമായിരുന്നു. അവന് മഞ്ഞുനോവാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഒഴിഞ്ഞിരിക്കണമായിരുന്നു. ആലയത്തിലേക്ക് വരുന്നത് വരെ ഞാൻ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്തത്? ആരോടാ സംസാരിച്ചത്? ഞാൻ ഏതെല്ലാം കാര്യത്തിലാണ് ഇടപെട്ടത്? എൻ്റെ ശരീരത്തെ മനസ്സിനെ ഞാൻ എന്തിനൊക്കെയാണ് വിട്ടുകൊടുത്തത്? കള്ളത്തിനും കൊള്ളയ്ക്കും ഞാൻ വിട്ടുകൊടുത്തതല്ലേ? അരുതരുതാത്ത ലൈംഗിക ചുവയുള്ള വർത്തമാനത്തിനും അതിനും ഇതിനുമൊക്കെ ഞാൻ എന്നെ വിട്ടുകൊടുത്തു. ഞാനിത് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ പാസ്റ്റർ മാറ്റുകയല്ല, സ്വയം മാറണം. ഇല്ലെങ്കിൽ അത് നിനക്ക് ദോഷമായി മാറും. രോഗശാന്തിക്ക് വേണ്ടി കർത്തൃമേശ ആരും കഴിക്കരുത്. രോഗശാന്തിക്ക് വേണ്ടി അല്ല കർത്തൃമേശ. മനസ്സിലാകുന്നുണ്ടോ? യോഗ്യതയില്ലാത്തവൻ കഴിച്ചാൽ എന്തോ ആകും. ആ വാക്യത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചിലർ എഴുന്നള്ളിക്കുന്ന പുതിയ തിയോളജിയാ, കഴിക്കുന്നവർക്ക് രോഗശാന്തി കിട്ടുമെങ്കിൽ രോഗികൾ ഇത് കഴിച്ചാൽ എന്തോ ആകുമെന്ന. അല്ല, യോഗ്യതയില്ലാത്തവൻ കഴിച്ചാൽ അവരെന്തോ ആകും? രോഗികളായി മാറും. അപ്പോൾ ഇത് രോഗികൾ കഴിച്ചാൽ അവർക്ക് എന്തോ ഉണ്ടാവും? രോഗശാന്തി ഉണ്ടാവും. അബദ്ധമാണ് ആ ഉപദേശം. രോഗശാന്തിക്ക് വേണ്ടി അല്ല കർത്തൃമേശ കഴിക്കുന്നത്. ഇത് യോഗ്യതയില്ലാത്തവൻ കഴിച്ചാൽ എന്തോ ഉണ്ടാവും? രോഗങ്ങളുണ്ടാകാം. അതാ എൻ്റെ സംഗതി. മോനെ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ എന്തോ കിട്ടും? പെറ്റിയടിക്കുമോ? ആഹാ. ഹെൽമെറ്റും വെച്ചുകൊണ്ട് പോയാൽ പാരിതോഷികം വല്ലതും കിട്ടുമോ? അല്ല, ചിന്തിച്ച് നോക്കി. പോലീസ് കൈ കാണിച്ചു, നമ്മൾ പേടിച്ച് വണ്ടി കൊണ്ട് നിർത്തി. ഹെൽമെറ്റ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. സാറേ എന്താ, എനിക്ക് ഹെൽമെറ്റ് ഉണ്ടല്ലോ, ബുക്കും പേപ്പറും കാണിക്കണോ? എന്തോ നമ്മളിങ്ങനെ പേടിച്ചെങ്കിലും ഹെൽമെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നീ ഹെൽമെറ്റും വെച്ചുകൊണ്ട് ഇതിലെ വന്നതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ എന്തോ കിട്ടും? പെറ്റ് കിട്ടും. ഹെൽമെറ്റും വെച്ചുകൊണ്ട് പോയാൽ ഒരു ഗിഫ്റ്റും കിട്ടത്തില്ല. എന്ന് പറഞ്ഞതുപോലെ രോഗി ആകുന്നതിൻ്റെ കാരണം യോഗ്യതയില്ലാത്തത് കഴിച്ചതുകൊണ്ടാണ്. പക്ഷേ യോഗ്യതയുള്ള ഒരു രോഗി കഴിച്ചാൽ രോഗശാന്തി കിട്ടുമോ? പാരിതോഷികമൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഇത് യോഗ്യതയുള്ളവന് മാത്രം കഴിക്കാൻ ദൈവസഭ അനുഷ്ഠിക്കുന്ന കർമ്മമാണ്. അത് ചെയ്തോണം. അതിൽ നിന്ന് മാറിപ്പോകരുത്. കുഞ്ഞുങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചോണം. ഇതിലൊക്കെ ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ടൊക്കെ നടന്നിട്ട് കർത്തൃമേശയ്ക്ക് വേണ്ടി വായ് പൊളിക്കരുത്. സ്നാനപ്പെട്ട വ്യക്തി ഏറ്റവും മഹത്വരമായി ജീവിതത്തെ സൂക്ഷിച്ചോണം. സ്നാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായൊരു ഉപദേശം ഞാൻ പറയാം, മറക്കരുത്. സ്നാനപ്പെട്ടവരും കേൾക്കണം, സ്നാനപ്പെടാനുള്ളവരും കേൾക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നിങ്ങൾ. അപ്പൊ സ്നാനം ആരോട് ചേരാനാ? എവിടെ വാക്യം? ഗലാത്യലേഖനം 3:27 വാക്യം വായിച്ച്. ഗലാത്യലേഖനം 3:27. മതി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചോണം. ഒന്ന്, ക്രിസ്തുവിനോട് എന്തോ ചെയ്യാനാ? ചേരാൻ. രണ്ട്, ചേർന്ന് കഴിയുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ സ്നാനമേറ്റ് കഴിഞ്ഞാൽ ആരെ ധരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മിലൂടെ ആര് വെളിപ്പെട്ടുകൊണ്ടിരിക്കണം? ക്രിസ്തു വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. സ്നാനപ്പെട്ടവരെല്ലാം ശ്രദ്ധിച്ച്. കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ സ്നാനപ്പെട്ടതാ. സ്നാനപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സഹനം, ത്യാഗം, സ്നേഹം, വിശുദ്ധി, വിശ്വസ്തത, എളിമ, താഴ്മ, വിനീത വിധേയത്വം. സ്നാനപ്പെട്ടവൻ കലിപ്പിച്ച് തല്ലാൻ നിൽക്കരുത്. അത് ക്രിസ്തുവിൻ്റെ ഭാവമല്ല. ക്രിസ്തുവിനെ അല്ല ധരിക്കുന്നത്. സ്നാനപ്പെട്ടവൻ ടു ബി മോർ ലൈക്ക് ജീസസ്, യേശുവെ പോലെ ആയി തീർന്നുകൊണ്ടേയിരിക്കണം. പ്രതികരണം യേശുവെ പോലെ ആകണം. രോമം വെട്ടിച്ച് പിഴുതു പറിക്കുമ്പം ആരുടെ നേരെ കൈയോങ്ങിയില്ല യേശു. കുതറി മാറുന്നില്ല, ശപിക്കുന്നില്ല, സഹനത്തോടെ നിൽക്കുക. സ്നാനപ്പെട്ടവൻ അങ്ങനെ നിൽക്കണം. സ്നാനപ്പെട്ടവൻ കേസ് കൊടുക്കാനും വഴക്കുണ്ടാക്കാനും പാർട്ടി നേതാവിനെ കാണാനും MLA കാണാനും MP കാണാനും മുറ്റത്ത് സമ്മരി കൂടാനൊന്നും നിൽക്കരുത്. സ്നാനപ്പെട്ടവൻ സഹനത്തിൻ്റെ ആളത്വമാകണം. അതാണ് യേശുവെ പോലെ എന്ന് പറയുന്നത്. നമ്മളിലൂടെ ആര് വെളിപ്പെടണം? യേശു. കാരണം നമ്മൾ ആരോട് ചേർന്നു? ഗലാത്യലേഖനം 3:27 വാക്യത്തേക്കാൾ ഗംഭീരമായ തിയോളജിയുള്ള വേറൊരു വാക്യം ഞാൻ തരാം. 1 കൊരിന്ത്യർ 6:17 വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 6:17 വാക്യം. ഇന്നലെ കർത്താവിനോട് പറ്റിച്ചേരുന്നു. ഇത് ശ്രദ്ധിച്ച് പഠിക്കണം എല്ലാവരും, മുതിർന്നവരും ഇളമുറക്കാരെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവുമായിട്ട് എന്തോ ആകുന്നു?
അപ്പം സ്നാനത്തിൽ നമ്മൾ ആരോട് പറ്റിച്ചേരുകയാണ്? കർത്താവിനോട് പറ്റിച്ചേരുന്ന സ്നാനപ്പെട്ട വ്യക്തി കർത്താവുമായിട്ട് എന്തോ ആകുന്നു? ഏക ആത്മാവാകുന്നു. ഈ വാക്യത്തിൻ്റെ പൊരുൾ പഠിക്കണമെങ്കിൽ വേറൊരു വാക്യം ഞാൻ തരാം. ഉൽപ്പത്തി 2:24. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും, ബാക്കി പറ, ഇരുവരും ഒരു ദേഹമായി മാറും. ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യയും ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവും ഇരുവരും എന്തുമായി മാറും? ഒരു ദേഹമായി മാറും. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ എന്തുവാകും? ഏക. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിനോട് പറ്റിച്ചേർന്നാൽ നീ കർത്താവ് എന്ന ആത്മാവിനോട് ഏകാത്മാവാകും. ഭാര്യയോട് പറ്റിച്ചേർന്നാൽ, ഭർത്താവിനോട് പറ്റിച്ചേർന്നാൽ ഒരു ദേഹമേ ആകുന്നുള്ളൂ. ദേഹം ഇവിടെ കുഴിച്ചിട്ടിട്ട് പോകാനുള്ളതാ, ദേഹം പുഴുവിന് കൊടുക്കാനുള്ളതാ. ആത്മാവ് കുഴിച്ചിടാനുള്ളതല്ല. ആത്മാവ് ആത്മമണ്ഡലത്തിലേക്ക് പോകാനുള്ളതാണ്. ആത്മമണ്ഡലത്തിലേക്ക് കയറാൻ പറ്റണമെങ്കിൽ ആത്മാവായ ക്രിസ്തുവുമായി ഒന്നാകണം, ക്രിസ്തുവിനോട് പറ്റിച്ചേരണം. സ്നാനത്തിന്റെ കനത്ത ഉപദേശം അതാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ തിയോളജി മനസ്സിലായിട്ടാണോ കൈയടിച്ച സ്തോത്രം പറഞ്ഞത്? ഒന്നുകൂടെ ആവർത്തിക്കാം. ഭാര്യയോട് പറ്റിച്ചേർന്ന ഭർത്താവും ഭർത്താവിനോട് പറ്റിച്ചേർന്ന ഭാര്യയും എന്തുവായി മാറും? ഒരു ദേഹമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം എവിടെ കളയാനുള്ളതാ? മണ്ണിൽ കളയാനുള്ള, പുഴുവിന് കൊടുക്കാനുള്ളതാ. ഇവിടുത്തെ പ്ലാവും പറങ്കിയും മാവും തെങ്ങും കവുങ്ങും എല്ലാം കൂടെ നമ്മുടെ ശരീരാവശിഷ്ടങ്ങൾ വലിച്ചെടുത്ത് തടി വീർപ്പിക്കും. പക്ഷേ ആത്മാവിനെ കുഴിച്ചിടാൻ പറ്റത്തില്ല, ആത്മാവിനെ പെട്ടിയിൽ ഒതുക്കാൻ പറ്റത്തില്ല. നെഞ്ചകം തുറന്ന ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ആത്മാവ് ചെന്ന് ചേരുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ആരുടെ ജീവനാ? സ്നാനപ്പെട്ടവന്റെ ജീവൻ. സ്നാനപ്പെട്ടവരാ ക്രിസ്തുവിനോട് ചേർന്നത്. ക്രിസ്തുവിനോട് ചേർന്നവൻ ഏക ആത്മാവായി മാറി. ഏക ആത്മാവായി മാറിയത് കൊണ്ട് അവൻ ആത്മമണ്ഡലത്തിൽ കയറിപ്പറ്റും. കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടോ? മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് ഈ മാംസരക്തങ്ങളായ ജഡത്തെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുന്നത്. സ്നാനപ്പെട്ടവൻ കർത്താവിനോട് ഏക ആത്മാവാകുമ്പോൾ ആത്മമണ്ഡലത്തിലേക്ക് കർത്താവിനോടൊപ്പം നമ്മൾ കയറിപ്പോവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ ഇതേ പറ്റുള്ളൂ, സ്നാനപ്പെട്ടേ പറ്റുള്ളൂ. എത്ര പേർക്ക് ബോധ്യമായി? സ്തോത്രം. അതുകൊണ്ട് സ്നാനം നാളെ മതി, മറ്റന്നാൾ മതി, അടുത്ത പ്രാവശ്യം 21 കഴിയട്ടെ, അന്നേരം മുങ്ങാം. ആര്യനാട് കടവ് പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇരിക്കരുത്. മനസ്സിലായില്ലേ? കടവും ആ പുഴയും കുളവും ഒക്കെ ഉണ്ടാവും. കുറേയും കൂടെ കഴിഞ്ഞ് കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾക്ക് സ്നാനക്കുളം സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ അതുവരെ നീ ബാക്കിയുണ്ടോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? തിരിച്ച് പടിയിറങ്ങുമ്പോൾ കർത്താവ് തിരികെ വിളിച്ചാലോ? അടുത്ത യോഗത്തിന് പടി കയറുന്നതിന് മുമ്പേ കർത്താവ് കം ബാക്ക് എന്ന് പറഞ്ഞാലോ സ്നാനത്തിന് അവസരം കിട്ടത്തില്ല. മമ്മിമാര് കേട്ടോണം, പപ്പമാര് കേട്ടോണം, കുഞ്ഞുങ്ങൾ കേട്ടോണം. അടുത്ത നിമിഷം മരണം അതിന്റെ തണുത്ത കരം കൊണ്ട് എന്നെ വാരി പിടിച്ചാൽ എനിക്ക് സ്നാനപ്പെടാൻ അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് സഭ ക്രമീകരിച്ച ഈ സ്നാനത്തിന് ഞാനുമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോണം നിരനിരയായിട്ട്. സ്നാനമെന്ന് പറയുന്ന ഒരു വലിയ വലിയ കർമ്മമാണെന്ന് പഠിക്കും, ഒരു വലിയ സാക്രമെന്റാണ്. ഇനി ഇതിൻ്റെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്, സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ബോധ്യമായി? അതാണ് കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്ത കാന്ത. അതാണ് 5-ാം അധ്യായം. 6-ാം അധ്യായത്തിലേക്ക് വന്ന് 6-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സർവായുധ വർഗം ധരിക്കുക. 12-ാമത് വാക്യം, 6:12. ദൈവത്തിൻ്റെ സർവായുധ വർഗം. ഈ 21 ദിവസമായി ദൈവം നമ്മളെ ആയുധവർഗം ധരിപ്പിക്കുകയായിരുന്നു. ശത്രുവിൻ്റെ വെട്ടുകൊള്ളാതെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടുന്ന സർവായുധ വർഗങ്ങൾ നമ്മെ ധരിപ്പിക്കുകയായിരുന്നു കർത്താവ്. അത് ധരിച്ചു എന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ 1-ാം അധ്യായം പറയുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. 2-ാം അധ്യായം പറയുന്നത് ദൈവത്തിന് നിവാസമാകണം. 3-ാം അധ്യായം പറയുന്നത് എന്തുവാ? അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? വസിപ്പിക്കണം. 4-ാം അധ്യായം പറയുന്നത് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. 5-ാം അധ്യായം പറയുന്നത് നമ്മൾ നിർമ്മല കന്യകയായി നിൽക്കണം, ഉപദേശാധിഷ്ഠിത ജീവിതം നയിക്കണം. 6-ാം അധ്യായം വിവരിക്കുന്നില്ല. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ശത്രുവിനോടുള്ള പോരാട്ട ഭൂമിയിൽ പതറാതെ നിൽക്കണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ. വായിച്ച വാക്യം അവിടെ കിടക്കുകയാണ്. ഏതാ? 6-ന്റെ 10-ാം വാക്യം. അതിലേക്ക് വന്ന് ചില കാര്യങ്ങളൂടെ പറഞ്ഞ് നിർത്തിയിട്ട് ഉടനെ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നു. ശ്രദ്ധിക്കണം. 6-ന്റെ 10-ൽ പറയുന്നു ഒടുവിൽ കർത്താവിലും
അപ്പൊ കർത്താവ് അമിതബലം തരാമെന്ന് പറയുന്നത് എപ്പോൾ തരാമെന്നാ പറഞ്ഞേ? എപ്പോൾ തരാമെന്നാ? ഒടുവിൽ. വാക്യം കണ്ടില്ലേ? എപ്പോൾ തരാമെന്ന്? ഒടുവിൽ. ഏതിനൊടുവിൽ? 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഒടുവിലെന്നാണോ എൻ്റെ അർത്ഥം? അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുവിലെന്നാണോ? ആഴ്ചയുടെ ഒടുവിലാണോ? മാസത്തിൻ്റെ ഒടുവിലാണോ? വർഷത്തിൻ്റെ ഒടുവിലാണോ? ഏതാ ഈ ഒടുവിൽ? അമിതബലം എന്ന വിഷയം പ്രസംഗിക്കുന്ന പല പ്രസംഗകരെ ഞാൻ കേട്ടിട്ടുണ്ട്. പല പ്രസംഗങ്ങളും ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും മിണ്ടാതെ, വ്യാഖ്യാനിക്കാതെ, തൊടാതെ വിടുന്നൊരു പദമാണ് ഏത്? ഒടുവിൽ. അത് 19ാമത് പകലിൽ നിങ്ങൾക്ക് നൽകി തന്നിട്ട് ഞാൻ ആ ആശയത്തെ വിവരിച്ചിട്ട് നിർത്താം. ശ്രദ്ധിച്ചോണം. ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാം: ക്രമീകരണത്തിനൊടുവിൽ. അമിതബലം ദൈവം എല്ലാവർക്കും ഒന്നും പകരത്തില്ല. എപ്പോൾ പകരും? ഒടുവിൽ. ഏതിനൊടുവിൽ? ക്രമീകരണ സ്വഭാവ രൂപീകരണത്തിനൊടുവിൽ. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായതിനൊടുവിൽ. നമ്മൾ പല തസ്തികയിലാണ് നിൽക്കുന്നത്. ആ തസ്തികകളിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായതിനൊടുവിൽ കർത്താവ് എന്തോ തരാം? അമിതബലം തരാം. ഞാൻ 10 കൂട്ടം ആളുകളെ ഒന്ന് കാണിച്ചു തരട്ടെ. ഇതിനകത്തുള്ള 10 കൂട്ടം ആളുകളെ കാണിച്ചു തരാം. ആ 10 കൂട്ടം ആളുകളെ വിളിച്ചിട്ട് പറയുക, ഒടുവിൽ തരാം അമിതബലം. ആ 10 കൂട്ടരെ കാണണോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? 10 കൂട്ടർ? വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്. ഓക്കെ, എന്നാ ഒന്നാമത് വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. 6-ന്റെ 1. മക്കളെ മതി. ആ മക്കളെ എന്നുള്ളതിനകത്ത് 2 കൂട്ടരുണ്ട്. 1 മകളെ, പെൺപിള്ളേരെ മൊത്തം വിളിക്കുക. 2 മകനെ. 2 പേരെയും കൂടി ചേർത്താ എന്തോ പറഞ്ഞിരിക്കുന്നത്? മക്കളെ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? ശ്രദ്ധിച്ച് കേട്ടോണം പറയാം. നല്ലൊരു മകളാകെ, അതിനൊടുവിൽ അമിതബലം തരാം. നല്ലൊരു മകനാകുമോ, അതിനൊടുവിൽ എന്തോ തരാം? മമ്മയുടെ പണി നോക്കുമോ? മമ്മിക്ക് എന്നാ അറിയാം? പപ്പാപ്പയുടെ കാര്യം നോക്കുമപ്പാ എന്ന് പറയുന്ന മകനും മകളിനും അമിതബലം കിട്ടത്തില്ല. അമ്മയ്ക്ക് വിധേയപ്പെടണം, അപ്പന് വിധേയമാകണം. നെറ്റിത്തടം വിയർക്കുന്ന അമ്മയുടെയും അപ്പൻ്റെയും ആരോഗ്യം അവരെ ഇൻവെസ്റ്റ് ചെയ്തതാണ് നിന്റെ തണ്ടും തടിയും. നീ ഉടുത്തിരിക്കുന്ന ചുരിദാറും സൽവാറും ഫാൻസി ഷർട്ടും മുണ്ടും ഉടുപ്പും ടീഷർട്ടും കയ്യിലുപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം പലതും ആരുടെ അധ്വാനമാ? ആരുടെ അധ്വാനമാ? ആണ്ട് മിണ്ടുന്നില്ലല്ലോ. ആരുടെ അധ്വാനമാ? പപ്പയുടെ മമ്മിയുടെയാണ്. അതുകൊണ്ട് അവരെ എന്തോ ചെയ്യണം? മാനിച്ചേ പറ്റും. അവരെ മാനിക്കണം. അമ്മയുടെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുക. ഞാൻ കുഞ്ഞുങ്ങളെ ഒത്തിരി ഫോക്കസ് ചെയ്യാറുണ്ട് എൻ്റെ പ്രസംഗങ്ങളിലെല്ലാം. എന്നെക്കാൾ നീളത്തിലും വണ്ണത്തിലും വളർന്ന 2 ആൺപിള്ളേരുടെ അപ്പനാണ് ഞാൻ. മൂത്തവൻ കല്യാണം കഴിച്ചു. അപ്പം ഞാൻ അമ്മാവിയപ്പനും കൂടെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എവിടെ പ്രസംഗിച്ചാലും കുഞ്ഞുങ്ങളെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ഒരിക്കലും ഇടർച്ചയിലാകരുത്. നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പപ്പയും മമ്മിയായിരിക്കണം. നിങ്ങളുടെ സകല ദുഃഖങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന 2 ഇടങ്ങൾ നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും. പപ്പ ഒരുപക്ഷെ അത്രയ്ക്ക് ഫ്രണ്ട്ലി ആകണമെന്നില്ല, പക്ഷെ സ്നേഹമില്ലെന്ന് ധരിക്കരുത്. ആ നെഞ്ചകം മുഴുവനും നിങ്ങളോടുള്ള സ്നേഹമാണ്. അമ്മയെപ്പോലെ അങ്ങോട്ട് ഇറങ്ങി വരണമെന്നില്ല, എങ്കിലും അപ്പന് നിങ്ങളോട് മൊത്തത്തിൽ സ്നേഹമാണ്. മനസ്സിലായില്ലേ? അത് ഓർത്തോണം. അപ്പൻ വലുതായിട്ട് ചിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ എന്നിട്ടും അകം നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നിങ്ങളുടെ ഈ നാവ് ചലിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണ് നനയരുത്. എത്ര പേർക്ക് മനസ്സിലായി അതിൻ്റെ ആന്തരിക സത്യം? നിങ്ങളുടെ നാവ് ചലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കണ്ണെന്തോ ചെയ്യരുത്? നനയരുത്. അമ്മയെ നന്നായി സ്നേഹിച്ചോണം, പപ്പയെ നന്നായി സ്നേഹിച്ചു. അമ്മയോടുള്ള ബന്ധം വലുതായിരിക്കണം. മക്കളുമാർ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മമ്മി നടക്കുന്ന ദൂരം അളന്നിട്ടുണ്ടോ? ഉണ്ടോ? ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് കിച്ചണിൽ വന്ന്, കിച്ചണിൽ നിന്ന് പിന്നെ മുറ്റത്ത് പോയി, അതുവഴി ഇതുവഴി എല്ലാം കൂടെ നടക്കുന്ന, വട്ടത്തിൽ നടക്കുന്ന ദൂരം നിങ്ങൾ നീളത്തിൽ അളന്നാൽ നെടുമങ്ങാട് വഴി അങ്ങ് വെമ്പായത്തിൽ ചെല്ലും. അത്രയും ദൂരമാണ്. വീട്ടിലാദ്യം ഉണരുന്നാരാ? അമ്മ. ഏറ്റവും അവസാനം ഉറങ്ങുന്നാരാ? അതും അമ്മയാണ്. ഏറ്റവും അവസാനം ഉറങ്ങുന്ന ആ അമ്മ തന്നെയാണ് ആദ്യം ഉണരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? അതിരാവിലെ 8 മണിക്കല്ലേ എഴുന്നേക്കുന്നത്, പിന്നെ അങ്ങനെ അതൊക്കെ കാണുന്നു? ആദ്യം ഉറങ്ങുന്നാരാ? നമ്മളൊക്കെയാ. ഏറ്റവും അവസാനം ഉറങ്ങുന്നാരാ? എല്ലാ മുറിയിലും വന്ന് നോക്കി എല്ലാവരും ഉറങ്ങിയോ, എല്ലാവർക്കും പുതപ്പുണ്ടോ, എല്ലാവർക്കും തലയണയുണ്ടോ, ഇതെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ആ പാവ ഉറങ്ങാൻ പോവുക. ഏറ്റവും ആദ്യം ഉണരുന്നാരാ? അമ്മ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കവിത കണ്ടു. എനിക്ക് കവിതയോടൊക്കെ വലിയ ഇഷ്ടമാണ്.
അപ്പം ആ കവിതയുടെ പേര് കേട്ടപ്പോൾ കവിക്കിട്ട് 2 എണ്ണം കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നി. അതുപോലൊരു പേര്. ഒരുമാതിരി കവിതകളൊക്കെ പേര് കൊണ്ടാണ് നമ്മളത് വായിക്കാൻ തുടങ്ങി. ഈ പേര് കേട്ടപ്പോൾ എനിക്ക് എന്തോ അമർഷം തോന്നി അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ കവിതയുടെ പേരിനോട് എനിക്കെന്തോ തോന്നിയ പേരെന്തോന്നറിയാമോ? അമ്മ മരിച്ചു ആശ്വാസമായി. അമ്മ മരിച്ചപ്പോൾ എന്തോ ആയെന്ന് ഈ പുള്ളിക്ക് എന്നെ വട്ടുപിടിച്ചോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അമ്മ മരിച്ചു ആശ്വാസമായി. വായിക്കുന്നില്ല, നീ സമയം കളയണ്ടെന്ന് പറഞ്ഞ് ഞാനിത് മാറ്റിവെച്ചു. പിന്നെ ഇങ്ങനെ മനസ്സിലൊരു നിർബന്ധം, അമ്മ മരിച്ചപ്പോൾ ഈ പുള്ളിക്ക് എന്നെ ആശ്വാസം അന്ന് വായിച്ചേക്കാന്ന് വിചാരിച്ചു. വായിച്ചപ്പോഴാണ് മൊത്തം ട്വിസ്റ്റാണ്. നേരിട്ട് പുള്ളിയുടെ സങ്കടങ്ങൾ പറയുന്നതിന് പകരം വിഷമത്തെ പുള്ളി വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞിട്ട് വേറൊരു രീതിയിലേക്ക് വായനക്കാരനെ കൊണ്ടുവരികയാണ്. വായിച്ച അതിൻ്റെ 1-ാമത്തെ വരി ഇങ്ങനെ പറയുന്നു: ഞാൻ വരുമ്പോൾ മാത്രം, രാത്രി വളരെ വൈകിയാലും ഞാൻ വരുമ്പോൾ മാത്രം ഉമ്മറത്ത് കെടാതിരുന്നൊരു വിളക്കുണ്ടായിരുന്നു, അതിന്നലെ അണഞ്ഞു. എനിക്കിനി രാത്രിയിൽ വന്ന് വീട്ടിൽ കയറാം. അപ്പം അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുക. ഈ പുള്ളി എവിടെ പോയാലും രാത്രി വരുന്നത് വരെ വിളക്കും കത്തിച്ച് കാത്തിരിക്കുന്ന ആ അമ്മ ഇന്നലെ അണഞ്ഞു, വിളക്കും അണഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയും. വേറൊരു വരി: മഴ നനയാൻ എനിക്കൊത്തിരി ആഗ്രഹമായിരുന്നു, പക്ഷേ മഴയെ തന്നെ അറക്കാതെ പിടിച്ചു നിർത്തുന്ന ഒരമ്മയുണ്ടായിരുന്നു, ഇന്നലെ അവർ അസ്തമിച്ചു. കുഞ്ഞിൻ്റെ തലയിൽ ഒരു തുള്ളി മഴത്തുള്ളി വീഴരുതെന്ന് ആഗ്രഹിക്കുന്ന ആരാ? അമ്മയുടെ സംരക്ഷണം ആ പുള്ളി അതിനകത്ത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ എന്നെ പോറ്റിയ ഒരമ്മയുണ്ട്, അമ്മ മരിച്ചു. വേറൊരു കാര്യം എഴുതിയിരിക്കുന്നത്: കൂട്ടുകാരോടൊപ്പം അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി തിരിഞ്ഞു വല്ലതുമൊക്കെ കഴിച്ചു കുടിച്ചു വയറ് നിറഞ്ഞു വരുന്ന എനിക്ക് അത്താഴമുണ്ണാതെ എവിടെങ്കിലും കിടന്നുറങ്ങണം. പക്ഷെ അമ്മ സമ്മതിക്കൂല. അത്താഴ പട്ടിണി കിടക്കരുത്, കഴിക്കു കുഞ്ഞ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്ന ആ നിർബന്ധം ഇന്നലെ അവസാനിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുക: ഇനി എനിക്ക് എന്തോ ചെയ്യാം? അത്താഴ പട്ടിണി കിടക്കാം. അത്താഴപ്പട്ടിണി കിടത്തിയിട്ടുണ്ടോ അമ്മ? ഒരു പിടി കഴിച്ചിട്ട് കിടന്നാൽ മതി എന്നും പറഞ്ഞ് നിർബന്ധിക്കുന്നൊരമ്മ. മനസ്സിലായില്ലേ? കൂടെ നിർബന്ധിക്കുമ്പം അപ്പനെന്നും പറഞ്ഞൊരു ജീവിയുണ്ട്. പുള്ളി പറയും, വേണ്ടെങ്കിൽ നീ നിർബന്ധിക്കുന്ന എന്തിനാ അവിടെ വെച്ചാരേ. ചില അപ്പന്മാർ അങ്ങനെ പറയും. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പുള്ളിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിക്കാനല്ലത്. അങ്ങനെ തോന്നരുത്. നീ നിർബന്ധിക്കണ്ട, അവന് വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്നേ. അപ്പൻ്റെ ആ വാചകത്തിനകത്തൊരമർഷമുണ്ട്. എന്താണെന്നറിയാവോ മക്കളുമാർക്കറിയാവോ? മഴ തോരുന്നതിന് മുമ്പ് നനഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ട് വന്നത് കഴിക്കാതെ അവൻ കിടക്കട്ടെ. അപ്പൻ്റെ അമർഷമാണ്. അപ്പനെ അംഗീകരിക്കുന്നില്ലെന്നുള്ള തേങ്ങലാണ് ആ വാക്കിനകത്തുള്ളത്, അല്ലാതെ സ്നേഹമില്ലായ്മയൊന്നുമല്ല. അപ്പനെ അവഗണിക്കരുത് മക്കളെ, അമ്മയെ അവഗണിക്കരുത്. അവരോടൊക്കെ ഭയങ്കര പ്രണയമായിരിക്കണം നിങ്ങൾക്ക്. ആധുനിക യുഗത്തിലെ പിള്ളേർ അമ്മയുടെ മരണം അറിയുന്നത് ഓൾഡ് ഏജ് ഹോമുകാർ വിളിച്ചു പറയുമ്പോഴാണ്. നിങ്ങളിവിടെ കൊണ്ടുവന്ന പ്രായമായ സ്ത്രീ മരിച്ചുപോയി, ഇനി എന്തോ ചെയ്യണം എന്ന് പിള്ളേരോട് അവർ ഫോൺ ചെയ്യുമ്പോഴാണ് അറിഞ്ഞ അമ്മ മരിച്ചു എന്നുള്ള വിവരം. ബലം ക്ഷയിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും അമ്മ നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ നോക്കിക്കുക, നിങ്ങളുടെ മമ്മിയുടെ നൈറ്റിൽ പറ്റിയിരിക്കുന്ന ചെളി അശ്രദ്ധ കൊണ്ട് അവർ അങ്ങനെ ചെളി ഉള്ളത് എടുത്തുകൊണ്ട് നടക്കുന്നതല്ല. നിങ്ങളെ കോരിയെടുത്തപ്പോൾ പറ്റിയ ചെളിയേ ഉള്ളൂ. നിങ്ങൾ ചെളിയിൽ വീണപ്പോൾ ഓടി വന്ന് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് കോരി എടുത്തപ്പോൾ അവരുടെ മുണ്ടിൽ പറ്റിയ ചെളിയേ ഉള്ളൂ. അപ്പൻ്റെ മുണ്ടിലെ ചെളി കണ്ടിട്ടുണ്ടോ മോനെ? നിന്നെ ഈ പൊണ്ണത്തിലും ആക്കാൻ വേണ്ടി പാടത്തും പറമ്പിലും അധ്വാനിച്ചപ്പോൾ പറ്റിയ ചെളിയേ ഉള്ളൂ. മോളെ, നിന്റെ കവള് തുടുത്തു വരുമ്പോഴും നിന്റെ അമ്മയുടെ കവൾ ഒട്ടി വരുന്നുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആരോഗ്യത്തിൻ്റെ അനുഭവമാണത്. അതുകൊണ്ട് അമ്മയോട് എന്തോ ചെയ്യരുത്. അതാ ഇവിടെ പറയുന്നത്, മക്കളെ, മാതാപിതാക്കളെ എന്ന് താഴെ പറയുന്നത്. പിന്നെ പറയാം മക്കളെ എന്ന് വിളിക്കുമ്പോൾ ഓർത്തോണം, നീ നിന്റെ പപ്പയോടും മമ്മിയോടും സ്നേഹത്തോടെ ഇടപെടുന്നതിന് ഒടുവിൽ ഞാൻ എന്തോ തരാം? അമിതബലം തരാം. അമ്മയോട് പിണക്കമുള്ള, അപ്പനോട് പിണക്കമുള്ള ഒരു കുഞ്ഞിനും അമിതബലം കിട്ടത്തില്ല. 21 51 ഇരുന്നാലും കിട്ടത്തില്ല. മമ്മിയുമായിട്ട് നല്ല സൗഹൃദത്തിലാവുക, പപ്പയുമായിട്ട് നല്ല സൗഹൃദത്തിലാവുക. യോഗം കഴിയുമ്പോൾ ചെന്ന് വട്ടം പിടിച്ചിട്ട് സോറി മമ്മി എന്ന് പറ. ഞാനൊരു അനുസരണക്കെട്ട മോളായിപ്പോയി മമ്മിയുടെ, ഇനി അങ്ങനെ വരത്തില്ല മമ്മി. ഈ 21 എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റുന്ന 21 പറ. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് വിഷമിക്കരുത്. അവരുടെ കണ്ണ് നിറയരുത്. അവരുടെ കണ്ണ് നിറയാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. എപ്പോഴാണെന്നറിയാം?
അവർ വാവിട്ട് നിലവിളിക്കാൻ ഒരവസരം നിങ്ങൾ കൊടുക്കണം. വലിയൊരു വേദിയിൽ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഉന്നത നേതാക്കന്മാരോ സഭാ നേതാക്കന്മാരോ നിങ്ങൾക്കൊരു അവാർഡ് തരുമ്പം, നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ വേദിയിലേക്ക് കയറി വരുമ്പം, ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ മമ്മിക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തില്ല. കണ്ണ് നിറഞ്ഞിട്ട് അവർ വല്ലാതെയായി പോകും. 5-6 പ്രാവശ്യം കണ്ണ് തുടയ്ക്കാതെ നിങ്ങളുടെ മമ്മിക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന അവാർഡ് കാണാൻ പറ്റത്തില്ല. പിന്നെ അവർ വീഡിയോ കണ്ടേ തൃപ്തിപ്പെടത്തുള്ളൂ. മോനെ, നിന്റെ കാര്യം കൂടെ പറയുക. നിന്റെ പേര് വിളിച്ച് പാസ്റ്റങ്ങൾ നിനക്കൊരു അവാർഡ് തരുമ്പോൾ, മികച്ച വിദ്യാർത്ഥി, ഒന്നാമതെത്തിയ വിദ്യാർത്ഥി, ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ് സഭ നിന്നെ ആദരിക്കുന്ന ആ മുഹൂർത്തത്തിൽ നിന്റെ പപ്പയ്ക്കും മമ്മിക്കും അത് നേരിട്ടിങ്ങനെ കണ്ണ് തുറന്ന് കാണാൻ പറ്റില്ല. അവരുടെ കണ്ണ് നിറഞ്ഞു പോകും. പിന്നെ കണ്ണ് നിറയുന്ന എപ്പോഴാ? വേറൊരവസരം തരാം. എപ്പോഴാണെന്നറിയാമോ? നിന്നോട് ഐ ലവ് യു പറഞ്ഞ് ചുമ്മാ പോക്കരി കാണിച്ച്, അല്ലെങ്കിൽ നിന്നെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പുറകെ, ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ പുറകെ നീ ഇറങ്ങിപ്പോകാതെ വിശുദ്ധിയോടും വിശ്വസ്തയോടും അമ്മയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടി വീട്ടിൽ അടങ്ങി നിന്നു നീ. ഒടുവിൽ വേണ്ടപ്പെട്ടവർ കൂടി, സഭാ പ്രിയപ്പെട്ടവരൊക്കെ കൂടി നിനക്കൊരു വിവാഹം നിശ്ചയിച്ചിട്ട് വില കൂടിയ വിവാഹ പുടവയണിഞ്ഞ് നീ ആ കസരിൽ ഇരിക്കുന്ന കാണുമ്പോൾ നിന്റെ അമ്മയും അപ്പനും കണ്ണ് തുടച്ചേ കാണത്തുള്ളത്. അഭിമാനം കൊണ്ടാ, വിഷമം കൊണ്ടല്ല, അഭിമാനം കൊണ്ടാ. കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് ചെറുക്കൻ കൂട്ടരുടെ പുറകെ പോകാൻ നേരത്ത് അമ്മ കരയുന്ന കണ്ടിട്ടുണ്ടോ? പാത്രം കഴുകാൻ ഇവിടെ ആളില്ലല്ലോ എന്ന് ഓർത്ത് കരയുന്നതല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല. സന്തോഷം കൊണ്ടാണ് കരയുന്നത്. എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ ഇറക്കി വിടാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ഇറങ്ങി ഓടി. കല്യാണത്തിന് മുമ്പേ അവള് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പക്ഷേ എൻ്റെ മോളെ അഭിമാനത്തോടെ ഇറക്കി വിടാം. 4 ആളറിഞ്ഞ് ഇറക്കി വിടാൻ പറ്റിയല്ലോ കർത്താവേ. അതിനതൊക്കെ ഉണ്ടോ? എനിക്കെന്താ യോഗ്യതയെന്ന് ഓർക്കുമ്പോഴാണ് അവർക്ക് കരച്ചിൽ വരുന്നേ. അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ മക്കളെ? അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ പദം പറയും, പക്ഷെ അപ്പൻ ചേർത്ത് നിർത്തി അദ്ദേഹം വിങ്ങി പൊട്ടത്തേ ഉള്ളൂ. സന്തോഷം കൊണ്ടാകും. അങ്ങനെയുള്ള കരച്ചിലിൻ്റെ മുഹൂർത്തം കൊടുത്തോ കുഴപ്പമില്ല, പക്ഷെ നീ പിഴച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ അമ്മ ഞെട്ടരുത്. അങ്ങനെയുള്ളൊരവസരം ഉണ്ടാക്കരുത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അപ്പോൾ എപ്പോഴാണ് അമിതബലം തരുന്നേ? എപ്പോഴും തരാമെന്നാ പറഞ്ഞേ? ക്രമീകരണത്തിനൊടുവിൽ. ആരോടുള്ള ക്രമീകരണം? മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ക്രമീകരണം. ഇനി 4-ാം വാക്യം വായിച്ച്. പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നതിനകത്ത് മക്കളെ എന്നും കൂടെ ഉണ്ട്, അല്ല മാതാക്കളെ എന്നും കൂടെ ഉണ്ട്. പിതാക്കന്മാരെ എന്നുള്ള വിളിയിൽ ആരും കൂടെ ഉണ്ട്? മാതാക്കളെ എന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളുമായി നല്ല ക്രമീകരണത്തിൽ വാ. മക്കളെ പങ്കുവയ്ക്കരുത്. മൂത്തവനോടൊരു സ്നേഹം, ഇളയവനോട് വേറൊരു സ്നേഹം, മൂത്ത മരുമോളോടൊരു സ്നേഹം, ഇളയ മരുമോളോട് വേറൊരു സ്നേഹം. അങ്ങനെ പങ്കുവെക്കരുത് മക്കളെ. മക്കളെ എല്ലാവരെയും ഒരേപോലെ കാണണം. അതിനെന്നാ സ്വതന്ത്രം പറയാത്തെ? ഗൾഫിൽ ജോലിയുള്ള മോനെയും ഇവിടെ റബ്ബർ വെട്ടി ജീവിക്കുന്ന മോനെ ഒരേപോലെ സ്നേഹിക്കണം. ഗൾഫിൽ ജോലിയുള്ള മോന് പെർഫ്യൂമിൻ്റെ മണം, ഇവിടുത്തെ മോന് ഒട്ടുപാലിൻ്റെ നാറ്റം. അമ്മച്ചി ആരെ സ്നേഹിക്കും? ആരോടായിരിക്കും കൂടുതൽ താല്പര്യം? രണ്ടുപേരെ ഒരേപോലെ സ്നേഹിച്ചേ പറ്റൂ. നോവ് നൽകി നിങ്ങൾ പെറ്റതല്ലേ രണ്ടെണ്ണത്തെയും ഒരേപോലെ സ്നേഹിക്കണം. ഗൾഫുകാരൻ്റെ ഭാര്യയും ഇവിടുത്തുകാരൻ്റെ ഭാര്യയും ഒരേപോലെ സ്നേഹിക്കണം. മരുമക്കളെ മൊത്തം ഒരേപോലെ സ്നേഹിക്കണം, അമ്മയും അപ്പനും. ഇല്ലെങ്കിൽ അതൊരു വല്ലാത്ത ദുരന്തമാകും. അങ്ങനെ വേറുകൃത്യം കാണിക്കുന്ന ഒരു അമ്മയ്ക്ക് അമിതബലം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടത്തില്ല. എല്ലാ മക്കളെ ഒരേപോലെ. മക്കളോട് പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരിക്കാൻ സുഖം ഉണ്ടായിരുന്നു. ഇപ്പം അത്ര സുഖം തോന്നുന്നില്ലല്ലേ? എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവർക്കും ഉള്ളതായത്. ഒരപ്പനും അമ്മയ്ക്കും 2 മക്കൾ. മൂത്ത മോനെ അപ്പൻ അങ്ങ് സ്നേഹിച്ചു, ഇളയ മോനെ അമ്മ സ്നേഹിച്ചു. മൂത്ത മോൻ വേട്ടക്കാരനാണ്. അവൻ കാട്ടിപ്പോയി കാട്ടുമുയലും കാട്ടുപന്നിയും മാനിനെയൊക്കെ വെടിവെച്ച് കൊണ്ടുവന്ന് ഈസ്റ്റേൺ കറി പൗഡർ ഇട്ട് സ്റ്റൂ ഉണ്ടാക്കി അപ്പന് കൊണ്ട് കൊടുക്കും. ആസ്വദിച്ച് കാട്ടിറച്ചി ആസ്വദിച്ച് അപ്പന് മൂത്ത മോനോട് ഭയങ്കര താല്പര്യം. ഇളയ മോൻ അങ്ങനെ വലിയ സംഗതി ഒന്നുമില്ല. അവൻ മമ്മിയുടെ നൈറ്റിയുടെ തുമ്പെ പിടിച്ചു നടന്ന് മമ്മി മമ്മി എന്ന് പറഞ്ഞ് അടുക്കള വഴി നടക്കുക. മമ്മിക്ക് ഭയങ്കര താല്പര്യം. ആരാ? കുടുംബം മനസ്സിലായോ? ആരാ? ഇസഹാക്കും റബേക്കയുമാണ് മക്കളെ പങ്കുവെച്ച ദാമ്പത്യം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇസഹാക്കും റബേക്കയും മക്കളെ പങ്കുവെച്ച് മൂത്തവൻ വെട്ടുകത്തി കൊണ്ട് നടന്നു 20 വർഷം അനിയൻ്റെ പെടലി എടുക്കാൻ. അറിയാമല്ലോ സംഭവം. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് പ്രാർത്ഥിക്കാൻ നേരത്ത് ഉപദേശിച്ച് തലേ കൈവച്ച് ഇസഹാക്കിനോടുകൂടെ റബേക്കയെ എന്നൊക്കെ വൈബ്രേഷൻ ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പൊരുൾ എന്തുവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ ഒന്നും കല്യാണത്തിന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന താരങ്ങളല്ലെന്നറിയണം. ഇസാഖിനോടുകൂടെ റബേക്കയെ കൂട്ടിച്ചേർത്തത് ഇവരെ അതുപോലെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ നാളത്തെ സന്തതിയെ ഇവർ തമ്മിൽ പങ്കുവെച്ചിട്ട് പിള്ളേർ തമ്മിൽ വെട്ടിക്കൊല്ലാൻ നിൽക്കണോ? അതുപോലെ വേറൊരു സംഭവം കൂട്ടിച്ചേർപ്പാണ്. യാക്കോബിനോടുകൂടെ റാഹേൽ. അപ്പം ലേ അവിടെ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ പയ്യന്
ഏറ്റവും കുറഞ്ഞ ഒരു 4 എണ്ണമെങ്കിലും ഉണ്ടാകണമെന്ന്. അതിനകത്ത് യാക്കോബിനെ ഒന്നും മിണ്ടിപ്പോകരുത് നമ്മുടെ പിള്ളേരുടെ കല്യാണത്തിന്. കാരണം 2 എണ്ണം എടുത്തപ്പോൾ 2 എണ്ണം ഫ്രീ കിട്ടി അല്ലേ? ലേയും റാഹേലും, പിന്നെ 2 എണ്ണം ഫ്രീ. ആരൊക്കെ? ശില്പയും ബിൽഗയും. അപ്പം ഇവനെ ഞാൻ യാക്കോബിനെ പോലെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ എക്സ്ട്രാ 3 എണ്ണം കൂടെ വന്നെങ്കിലേ യാക്കോബെ പോലെ ആകത്തുള്ളൂ ഇവൻ. മണ്ടത്തരം. ആരാണ്ടൊക്കെ പണ്ട് തുടങ്ങി വെച്ച ചില പാരമ്പര്യത്തിൻ്റെ പ്രാർത്ഥനകൾ, അതൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതന്നല്ല, വേറൊരു പ്രാർത്ഥനയുണ്ട്. ബോവസിനോടുകൂടെ രൂത്തിൻ്റെ 2ാം കല്യാണം അറിയാവോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ അനുഗ്രഹിച്ച് വിട്ടാൽ അധികം വൈകാതെ ഇവൻ തട്ടിപ്പോവും, ഇവക്ക് വേറൊരു കല്യാണം കൂടെ പിന്നെ ഉണ്ടാവും എന്നുള്ളത് ഗതികേടെന്നല്ല. അതെന്തോ പറയാൻ, പെന്തക്കോസിനകത്ത് ഇങ്ങനെ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും മാറുന്നില്ല. പണ്ടാരണ്ട് അപ്പച്ചന്മാർ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ അങ്ങ് അനുവർത്തിച്ച് വരികയാണ്. മനസ്സിലായില്ലേ? അതായത് എന്നാൽ പിന്നെ കൊള്ളാവുന്ന ഒരെണ്ണമുണ്ട്. ഇവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും യഹോവയുടെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. അതാരും പരാമർശിക്കാറുമില്ല. അതാരാണ്? യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ സക്കറിയാവും പിന്നെ എലിസബത്തും. അതാരും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തുമില്ല. പഴയ നിയമത്തിലെ താരങ്ങളുടെ ചുവട് പിടിച്ച നമ്മുടെ പിള്ളേരെ അനുഗ്രഹിക്കുന്ന അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ മക്കളുമാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. കല്യാണം കഴിഞ്ഞവരൊക്കെ ഇങ്ങനെയൊക്കെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടതെങ്കിൽ അത് കുഴപ്പമായി മാറും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചോണം. ഓക്കെ, ഇവിടെ മാതാപിതാക്കളെ എന്ന് വിളിക്കുമ്പോൾ മക്കളുമായിട്ട് എന്താകണം? നല്ല രമ്യതയിലായിക്കോണം. അവരുമായിട്ട് ഇടർച്ച ഉണ്ടാകരുത്. അവരുടെ മുമ്പിൽ നിങ്ങളുടെ മാതൃകാ ജീവിതമാകണം. അമ്മമാരോടും പപ്പമാരോടും ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്തോറും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രണയം അവസാനിക്കരുത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതും എൻ്റെ പുരുഷന് വിധേയപ്പെടുന്നതും എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾ കണ്ടു വളരണം. ഭർത്തൃസ്നേഹിയായിരിക്കുന്ന ഒരു മാതാവിന് മാത്രമേ തൻ്റെ മകളെ ഭർത്തൃസ്നേഹിയായിട്ട് വളർത്താൻ പറ്റുള്ളൂ. ഭാര്യാസ്നേഹിയായിരിക്കുന്ന ഒരു പിതാവിന് മാത്രമേ തൻ്റെ മകനെ ഭാര്യാസ്നേഹിയായിട്ട് വളർത്താൻ പറ്റത്തുള്ളൂ. അപ്പനും അമ്മയും കൂടെ തമ്മിൽ അടി കൂടുന്നത് എന്നും കണ്ടു വളരുന്ന പിള്ളേർക്ക് അവൻ്റെ ഭാര്യയെ അവരുടെ ഭർത്താവിനെ ഒന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ കണ്ടത് ഇങ്ങനെ. അതുകൊണ്ടാണ് ക്രമീകരണം വരുത്തണം. ഏത് ക്രമീകരണം? തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൻ്റെ ക്രമീകരണം. ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ വിധേയപ്പെടണമെന്നുള്ളത് മകൾ കണ്ടു പഠിക്കട്ടെ. ഭാര്യ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത് മകൻ കണ്ടു പഠിക്കട്ടെ. അതാണ് എൻ്റെ സംഗതി. ഒരിക്കലും തമ്മിൽ കിറുകിറുപ്പില്ലാത്ത വിധം, വിമർശനമോ വിരോധമോ വിദ്വേഷമോ ഇല്ലാത്ത വിധം. എന്തോ ചെയ്താൽ ഭാര്യ വിമർശിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യ അപഹസിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. വിവരമില്ലായ്മയത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അമിതബലം ഒന്നും കർത്താവ് കൊടുക്കത്തില്ല. മക്കളുടെ മുമ്പിൽ ഏറ്റവും മാന്യമായി മാതൃകയായി. മാതാപിതാക്കൾ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തൈ പോലെ കാക്കണം. നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും എന്തുവാണെന്ന ഒലിവ് വൃക്ഷങ്ങളല്ല, പിന്നെ തൈകൾ പാലിക്കപ്പെടേണ്ടതാണ്. തൈ പരിപാലിക്കുക. അതാണ് ആ രൂപകം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തയ്യെ എന്തോ ഇതേ പറ്റുള്ളൂ, പാലിച്ചേ പറ്റും. മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് അവരുടെ നേരെ കിടന്ന് ചുമ്മാ ബഹളം ഉണ്ടാക്കരുത്. കണക്കിന് 46 മാർക്ക് വാങ്ങിച്ച കൊച്ചിൻ്റെ പ്രോഗ്രസ്സുകാരുടെ ചുരുട്ടിയെടുത്ത് എറിഞ്ഞിട്ട് പറയുക, ബാക്കിയാ 4 മാർക്ക് എന്ത് എന്ന് പറഞ്ഞിട്ട് നീ കാപ്പ് കുടിച്ചാൽ മതിയെന്ന്. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കാപ്പ് കുടിച്ചോണ്ട് ഉഴുന്നുവട കടിക്കാൻ തുടങ്ങിയപ്പോൾ തള്ളയെ തട്ടിക്കളഞ്ഞിട്ട് പറയാം, ബാക്കി 4 എന്ത് ചെയ്യുന്നു. കൊച്ചു പറയാം, മമ്മി ഞാൻ ക്ലാസ്സിൽ ടോപ്പ്, മാത്സിന് 46, 46 വേറെ ആർക്കും ഇല്ല, എനിക്കേ ഉള്ളൂ. ടീച്ചർ എന്നെ പിടിച്ചു നിർത്തി വെരി ഗുഡ് പറഞ്ഞു, എന്നെ ആശ്ലേഷിച്ചു മമ്മി എന്നൊന്നും പറഞ്ഞ തള്ള അടങ്ങുന്നില്ല കോപം. 4 എന്ത് ചെയ്യുന്നു. ഒറ്റ മമ്മിമാരും അങ്ങനെയൊന്നും പിള്ളേരുടെ നേരെ ചാടരുത്. 46 നല്ല ഹൈ മാർക്കാന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്തരുത്. എൻ്റെ മോള് വാങ്ങിച്ചല്ലോ, ഗോഡ് ബ്ലസ് യു, ഞാൻ മമ്മി പ്രാർത്ഥിച്ചോളാം. അടുത്ത പ്രാവശ്യം മോളെ 50-50 തന്നെ വാങ്ങി. ഇത് ഉഴുന്നുവടയും കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ചായയും കുടിക്കാൻ സമ്മതിക്കുന്നില്ല. തല്ലം വരുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഓടി അപ്പനെ ചെന്ന് വാട്ടം പിടിച്ചു. പപ്പ ഞാൻ 46 ക്ലാസ്സിൽ ഞാനേ വാങ്ങിച്ചുള്ളൂ, ബാക്കി എല്ലാവർക്കും 14 താഴോട്ടുള്ളതാ, എനിക്ക് മാത്രമേ 46 ഉള്ളൂ. എൻ്റെ ടീച്ചർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായി പപ്പ, മമ്മി തണ്ട് 4 മാർക്കെന്നും പറഞ്ഞു. അന്നേരം അടുക്കളയിൽ നിന്ന് തുടുപ്പ് എടുത്തുകൊണ്ട് ചെല്ലും. അവിടെ അപ്പനെ കയറി വട്ടം പിടിച്ചിരിക്കുന്ന കൊച്ചിനെ തല്ലാൻ പറ്റാത്തതിൻ്റെ കലിപ്പെല്ലാം കൂടെ തീരുന്ന അവസാനം ഒരു വാക്യം, അല്ലലും എങ്ങനെയാ നിങ്ങളുടെ അല്ലേന്ന്. പുള്ളിയുടെ ആദ്യത്തെ കുടിയിലേ അല്ല, ഇവർ തമ്മിലുള്ള കുടിയിലെയാ. എന്നാലും 46 വാങ്ങിച്ചപ്പോൾ ആരുടെയാ? നിങ്ങളുടെ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം 50 വാങ്ങിച്ചപ്പോൾ ആരുടെ ആയിരുന്നു? എൻ്റെ മോളല്ലേ, അവളെ വാങ്ങിക്കും, എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പൻ്റെ കയ്യിൽ സംരക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ തല്ലാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമെല്ലാം കൂടെ തീർത്ത് കാലിപ്പടങ്ങാതെ പോവുക, അടുക്കളയിലൂടെ തിരിച്ചു പോവുക. അപ്പം കുഞ്ഞു ചോദിച്ചു, പപ്പ 46 മാർക്ക് വാങ്ങിച്ചിട്ട് മമ്മിക്ക് എന്നാ പപ്പ ഈ 4 മാർക്കിനുള്ള താല്പര്യം?
മമ്മിയോട് പറയാതിരിക്കാമെങ്കിൽ ആ രഹസ്യം ഞാൻ പറയാമെന്ന് പപ്പ പറഞ്ഞു. പറയത്തില്ല പപ്പ, ഒരിക്കലും പറയത്തില്ല, പ്ലീസ് പ്രോമിസ്, ഐ പ്രോമിസ്. അപ്പോൾ അപ്പം പറഞ്ഞു, മമ്മിക്ക് മാത്സിന് ആകെ കിട്ടിയ മാർഗ്ഗമായി 4, അതെന്ത് ചെയ്യുന്നായി ചോദ്യം. നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തതൊന്നും പിള്ളേർ വാങ്ങിക്കണമെന്നൊന്നും നിർബന്ധം പിടിക്കരുത്. അത്രേ അവർ വാങ്ങിച്ചല്ലോ, സ്വോത്രം പറ. അതുകൊണ്ട് തന്നെ ആണല്ലോ നമ്മുടെ SLC ബുക്ക് പിള്ളേരെ കാണിച്ചിട്ടുണ്ടോ ഇതുവരെ? അത് എവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നിന്റെ ബുക്കും തേടി, നിന്റെ പ്രോഗ്രസ് കാർഡും തേടി, സാറ് പേപ്പർ തന്നില്ലയോ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ബഹളം ഉണ്ടാക്കുന്ന പുള്ളിയുടെ പ്രോഗ്രസ് കാർഡും SLC ബുക്കും ഒന്നും പിള്ളേരെ എന്ത് ചെയ്തിട്ടില്ല. അതവർ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിച്ചിരിക്കുകയാണ്. അവരുടെ എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് സഹിതമുണ്ട്. ഓടക്കൊണ്ടാക്കരുത്, അവരതെടുത്ത് വെച്ച് കാണിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരു നല്ല ടേമിലങ്ങ് പോയാൽ മതി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മുമ്പിൽ മാതൃകയാകുക. അതാണ് മാതാപിതാക്കളെ ക്രമീകരണത്തിൽ വാ, അതിനൊടുവിൽ ഇത് തരാം. 5-ാം വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? ദാസന്മാരെ എന്ന് പറയുന്നിടത്ത് ദാസിമാരെ എന്നൊരു വിളിയുണ്ട്. തൊഴിലിടങ്ങളിൽ വിശ്വസ്തരാകണം. ജോലിക്ക് പോയാൽ അവിടെ ഉഴപ്പ് കാണിക്കരുത്. കൊടി കുത്താനും മീൻകിലാവ് വിളിക്കാനും മാത്രമല്ല ജോലിക്ക് പോകേണ്ടത്. ഒരു മുതലാളി നമുക്കൊരു ദിവസം തരുന്ന വേതനത്തിന് അർഹമായ എന്തോ ചെയ്യണം? തൊഴിൽ ചെയ്യണം. തൊഴിൽ ഉറപ്പെന്നൊക്കെ പറഞ്ഞാൽ തൊഴിൽ ഇരിപ്പാണല്ലോ മിക്കവാറും. ഉച്ചയ്ക്ക് തോർത്തൊക്കെ വിരിച്ച് റോഡിൽ കിടക്കുന്നതാണ് മണിക്കൂറുകൾ. നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാകണം. മുതലാളിക്ക് നഷ്ടം വരുത്തുന്നില്ലെന്ന് ഉറപ്പാകണം. അത് വെളിയിൽ ജോലിക്ക് പോകുന്നവർ മാത്രമല്ല, കർത്താവിൻ്റെ വേലക്കാരും. ഇവിടെ ദാസന്മാരെന്ന് വിളിക്കുമ്പോൾ ഓൾ ലേബേഴ്സ് എന്നാണ് വിളിക്കുക. ദാസിമാരും ദാസന്മാരും അവരുടെ തൊഴിൽ മേഖലയിൽ ക്രമീകരണം വരുത്തി കഴിയുമ്പോൾ അമിതബലം. 9-ാം വാക്യം നോക്കിക്കേ, അവിടെ പറയുന്ന ആരെയെന്നറിയാമോ? യജമാനന്മാരെ. അവിടെ യജമാനത്തിമാരുമുണ്ട്. നിങ്ങളുടെ കൂടെ 10 പേര് ജോലിക്കാരായിട്ടുണ്ടോ? നിങ്ങൾ ടീം ലീഡറാണോ? താങ്കളാണോ അതിൻ്റെ ബോസ് എങ്കിൽ താഴെയുള്ള ഒറ്റ വ്യക്തിയും ശ്വാസം മുട്ടിക്കരുത്. അവർക്ക് അർഹമായത് കൊടുത്തേ പറ്റൂ. അവരോട് ഒരു കാരണവശാലും സാറ് കളിച്ചുകൊണ്ട് നിൽക്കരുത്. അവനും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മോടൊപ്പം വന്നത്, നമ്മുടെ ടീമിൽ ചേർന്നത്. മനസ്സിലായോ? നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്നത്, നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യാൻ വന്നത്. അവനോട് നമ്മൾ വളരെ മാതൃകയായിട്ട് ഇടപെട്ടേ പറ്റൂ. 10 രൂപ എല്ലായിടത്തും കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ നീ 12 രൂപ കൊടുക്കുക. കാരണം നീ പെന്തക്കോസാണ്. അതുകൊണ്ട് അവന് നമ്മളോട് താല്പര്യമുണ്ടാകണം. മനസ്സിലായില്ലേ? അതാ എൻ്റെ വസ്തുത. ആരോടും അങ്ങനെ ഇടപെട്ട് നോക്ക്. അതാണ് യജമാനന്മാരെ ക്രമീകരണം, വിശ്വസ്തമായ ക്രമീകരണം വരുത്തിയതിന് ഒടുവിൽ എന്തോ തരാം? അമിതബലം. യോഗത്തിനൊടുവിലല്ല, ക്രമീകരണത്തിനൊടുവിൽ. ആ ക്രമീകരണം ഇന്ന് 19ാമത് പകലുണ്ടായാൽ അമിതബലം ഇന്ന് പ്രാപിക്കുകയാണ്. ഇതിനു മുമ്പ് അതിൻ്റെ ക്രമീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമിതബലം കർത്താവ് തന്നു കഴിഞ്ഞു. അത് ആസ്വദിച്ചാൽ മതി, അനുഭവിച്ചാൽ മതി. വിലപ്പെട്ട 2 കാര്യം കൂടെ പറയാം. 5:22 വായിച്ച്. വേറൊരു പുള്ളി അവിടെ ഉണ്ട്. 5:22. ഭാര്യ അങ്ങനൊരു ജീവിയെ പരാമർശിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അമിതബലം വേണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആര്? ഭാര്യ. ഭാര്യയോട് പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ എന്തോ ചെയ്യണം? കർത്താവിൽ എന്ന പോലെ കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം, വിനയപ്പെടണം. അപ്പോൾ ആ ക്രമീകരണം വന്നതിന് ശേഷമേ ഭാര്യമാർക്ക് എന്തോ കിട്ടുള്ളൂ? അമിതബലം കിട്ടത്തുള്ളൂ. ഭർത്താവിൻ്റെ നേരെ ജൂലും കെട്ടുകൊണ്ട് ചാടുന്ന ഭാര്യയ്ക്ക് അമിതബലം കൊടുത്താൽ ദൈവസഭയ്ക്ക് എന്തോ ഗുണമെന്ന് പറ. മനുഷ്യ അവിടെ മിണ്ടരുതിനി ഞാൻ പറയാതെ. അങ്ങനെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുത്തുന്ന ഒരു ഭാര്യയ്ക്ക് അമിതബലം കൊടുത്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച്. കിട്ടത്തില്ല. ഭർത്താവിൻ്റെ തലയാണ്. ആ തലയ്ക്ക് മീതെ ക്രിസ്തു എന്നൊരു തലയുണ്ട്. ആ ക്രിസ്തു എന്ന തലയ്ക്ക് മീതെ ദൈവം എന്നൊരു തലയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 3 തലയ്ക്ക് ഞാൻ വിധേയമാണ്. ഈ ബോധം വേണം ഏത് ഭാര്യയ്ക്കും. ഞാൻ ഭർത്താവല്ല, ഞാൻ ഭാര്യയാണെന്നുള്ള ബോധം ഞാൻ വിധേയപ്പെടേണ്ടതാണ്. ബുദ്ധിപരമായി എൻ്റെ ഭവനത്തെ നോക്കേണ്ടതാ. എൻ്റെ ഭർത്താവാണ് സുപ്രീം. അപ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട കാര്യക്കാരിയാണ് ഞാൻ എന്ന ബോധത്തോട് വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത, വിശുദ്ധി, വിശ്വസ്തത ആദിയായതെല്ലാം സൂക്ഷിക്കപ്പെടുമ്പോൾ ആ ക്രമീകരണം വന്നു കഴിയുമ്പോൾ എന്തോ തരാന്ന? അമിതബലം. ഇനി 25-ാം വാക്യം വായിച്ച്. ഭർത്താക്കന്മാരെ. അങ്ങനെയും കൂടെ ഒരു ജീവിയുണ്ട് കുടുംബത്തിൽ. ആരാണ്? ഭർത്താവ്. ഭാര്യയുടെ കൂടെ 5 മിനിറ്റ് ഇരിക്കാൻ നേരമില്ല. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സുഖങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഒന്നും അറിയാൻ നേരവേ ഇല്ല. എനിക്ക് നടുവേദന, നടുവുള്ളിടത്തോളം ഉണ്ടാവും. തലവേദന, പിന്നെ തലയുണ്ടെങ്കിൽ തലവേദന ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ പുള്ളിക്ക് നാട്ടുകാരുടെ തലവേദനയൊക്കെ പുള്ളിയുടെ തലവേദനയാണ്.
വേറൊരാളുടെ നടുവേദനയൊക്കെ പുള്ളിക്ക് ഭയങ്കര. അതിന് വണ്ടി വിളിക്കണോ, ആശുപത്രി കൊണ്ടുപോകണോ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ, ഓട്ടം. ഭാര്യ ഇവിടെ തളർന്നു കിടക്കുക, ഒരു നോട്ടവും ഇല്ല. ഭാര്യയോട് വിശ്വസ്തത പുലർത്താത്ത ഒരു ഭർത്താവിനും എന്തോ കിട്ടത്തില്ല, അമിതബലം കിട്ടത്തില്ല. ഭാര്യയോട് ആത്മാർത്ഥത വേണം, വിശ്വസ്തമാകണം. ഭാര്യ എന്നൊക്കെ പറയുന്ന ആളിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ വിട്ട്, ജനിച്ച നാടും നഗരവും വിട്ട്, കളിക്കൂട്ടുകാരെ വിട്ട്, അവളെ വളർത്തി പാകമാക്കി അവിടുത്തെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥിതിയെ വിട്ട്, അവൾ നട്ടു വളർത്തിയ ചെടി തോട്ടങ്ങളെല്ലാം വിട്ട്, ഒരിക്കലും അറിയാത്ത ഒരുത്തൻ്റെ വീട്ടിലോട്ട് താമസിക്കാൻ വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ കൊണ്ടുവിടുക. അലമാരയും കസേരയും ചട്ടിയും വട്ടിയും കൊട്ടയൊക്കെ ആയിട്ട്. ആദ്യമായിട്ട് പുള്ളിക്കാരി വന്ന് കയറുമ്പോഴാണ് വീട് ആദ്യം കാണുന്നത്. ഇതിനു മുമ്പ് ഇവൻ 4 പ്രാവശ്യം ആ വീട്ടിൽ വന്ന് മിച്ചറും ചായയും കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നീ താമസിക്കാനുള്ള വീട്ടിലോട്ടൊന്ന് വാ, അവിടെ നിന്ന് കണ്ടിട്ട് പോരെ എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ? പെണ്ണ് കാണാൻ അങ്ങോട്ടേ ഇല്ല, ആണ് കാണാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണമെന്നാണ് ഞാനീ പറയുന്നത്. ഞാനുണ്ട് കൂടെ വരാം. ആ ചേട്ടൻ എൻ്റെ വീട് കണ്ടിട്ട് പോയില്ലോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ടു. നാളെ ഞാനും എൻ്റെ കൂട്ടുകാരികളോട് ആ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറ. അങ്ങനെ പകച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യണം. കാരണം അവിടെ ആദ്യം നിങ്ങൾ ചെന്ന് കാണേണ്ടത് അമ്മാവി അമ്മ എന്നും പറഞ്ഞൊരു ഭീകര ജീവിയുണ്ട് അവിടെ. അവരുടെ തുടുപ്പ്, അവരുടെ തവി, ഇതെല്ലാം ചെന്ന് കാണണം. അവർക്കും നിങ്ങൾക്കൂടെ തമ്മിൽ തൊടാതെ നിൽക്കാനുള്ള അടുക്കളയ്ക്ക് വ്യാസമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചടങ്ങുണ്ടാക്ക്. പ്രായമുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ഇവളെവിടാ താമസിക്കണ്ടേ? അവളുടെ വീട്ടിലാണോ കല്യാണം കഴിഞ്ഞാൽ? അല്ല, പയ്യൻ്റെ വീട്ടിലാണ്. ആ വീട് അവൾ ആദ്യം കാണുന്നത് കല്യാണം കഴിഞ്ഞ് എന്ന് കയറുമ്പോഴാണ്. എനിക്കിവിടെ പറ്റത്തില്ലെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. കാരണം മുറുക്കി കഴിഞ്ഞല്ലോ, സംഭവം ബന്ധം മുറുക്കി കഴിഞ്ഞില്ലേ. ഇത് മുറുകുന്നതിന് മുമ്പ് അവിടെ ചെല്ലണം. അമ്മാവിയമ്മ എന്ന് പറഞ്ഞൊരു ഭീകരജീവി, അതിനേക്കാൾ ഭീകരജീവിയുണ്ട് നാത്തൂൻ. ഓഹോ, ഒരു സഹിക്കാൻ വയ്യ. ശാലൻ രാജൻ പറഞ്ഞൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നാത്തൂൻ ആദ്യം അവളെ പിടിക്കാൻ 4 പേര് വേണം. പക്ഷെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വരുന്നവളെ കാണുമ്പോൾ ഇവക്കങ്ങ് ചതുർത്തിയാ. പിന്നെ ഇതിനെല്ലാം പരിഹാരമുണ്ടാകണം, ഇതിനെല്ലാം ക്രമീകരണമുണ്ടായതിന് ഒടുവിൽ അമിതബലം തരാം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അമിതബലം? ഇതിനകത്ത് ഭാര്യ, ഭർത്താവ്, മകൾ, മകൻ, പിതാവ്, മാതാവ്, ദാസൻ, ദാസി, യജമാനൻ, യജമാനത്തി, 10 വിഭാഗം, 10 തസ്തികകളിലുള്ളവരോട് പറയുക, ക്രമീകരണത്തിനൊടുവിൽ അമിതബലം തരാം. ഈ ഉപവാസം ആശീർവാദം പറയുന്നതിന് മുമ്പ് അമിതബലം പ്രാപിച്ച് എഴുന്നേൽക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ തസ്തികയിൽ വന്ന പിഴവുകളെ കർത്താവെ ക്ഷമിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അമിതബലത്തിൻ്റെ പ്രാപണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹത്തോടെ